ലോകത്തിന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നു. बहुत प्रार्थना के साथ में थोड़ा देर हम परमेश्वर की उपस्थिति में रहेंगे. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കുറച്ചു നേരം ദൈവസന്നിധിയിലായിരിക്കാം. Psalms number 51 हम पढ़ा. സങ്കീർത്തനം 51 നാം വായിച്ചു. दाऊद का एक पश्चाताप का भजन संगीता है Psalms number 51. ദാവീദിന്റെ ഒരു അനുതാപ ഗീതമാണിത്. बहुत बड़ा गलती करने के बाद में വലിയൊരു പാപം ചെയ്തതിന് ശേഷം जब परमेश्वर का भविष्यवक्ता जाके दाऊद से इन बातों को याद दिलाया, ദൈവത്തിന്റെ പ്രവാചകൻ ദാവീദിന്റെ മുന്നിൽ ചെന്ന് ദാവീദ് ചെയ്ത തെറ്റിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ दाऊद ने उनके गलतियों को कबूल कर अंगीकार करके प्रभु का उपस्थिति में रोने वाला कुछ वचनों, ദാവീദ് തന്റെ തെറ്റുകളെ മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു സങ്കീർത്തനമാണ്. एक व्यक्ति अगर कोई भी उनका कमियों में गलतियों में अगर उन्होंने मन फिराया, उन्होंने पश्चाताप किया, तो कैसे उनको प्रार्थना करना है, इस भजन से हम सीख सकते हैं. ഒരു വ്യക്തി തന്റെ ഹൃദയങ്ങളിൽ തന്റെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപം ചെയ്യുന്നുവെങ്കിൽ ആ പശ്ചാത്താപത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാം. True repentance क्या होते हैं, ഒരു വാസ്തവമായ ഒരു മാനസാന്തരം എന്താകുന്നു എന്ന് इस भजन से हम सीख सकते हैं. ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. True repentance, ഒരു സത്യമായ ഒരു മാനസാന്തരം. पश्चाताप. हालेलुया. रिपेंटेंस अलग अलग तरह के होते हैं. മാനസാന്തരം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. Some people they repent because hallelujah their sins are exposed. कुछ लोग इसके लिए पश्चाताप करते हैं कि उनका पाप बाहर प्रकट हो गया. काफी सालों से यही गलती कर रहे था, വർഷങ്ങളായിട്ട് ആ പാപം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. कुछ पाप किया करके अहसास उनके अंदर नहीं था. പക്ഷെ പാപം ചെയ്യുന്നു എന്ന് ഒരു ബോധവും ഉള്ളിൽ ഇല്ലായിരുന്നു. All of a sudden जब दुनिया को ये बात मालूम पड़ा, പക്ഷെ പെട്ടെന്ന് ലോകം ഈ പാപം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ उन्होंने रोना शुरू किया. കരയുവാൻ തുടങ്ങി. इसलिए नहीं रो रहे, वो पश्चाताप किया इसलिए रो रहे, दुनिया को मालूम पड़ा. അത് പശ്ചാത്താപം ഉള്ള കരച്ചിൽ അല്ല, ലോകം അറിഞ്ഞു എന്നുള്ള സങ്കടത്താൽ കരയുന്നു. रेड हैंडेड उसको पकड़ा गया. പിടിക്കപ്പെട്ടു എന്ന് ഓർത്ത് अभी रो रहे, ഇപ്പം കരയുന്നു. अभी कह रहे मैं नहीं, अभी कभी भी ये गलती मैं नहीं करूंगा. ഇപ്പൊ പറയുന്നു ഞാൻ ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല എന്ന്. So that is not true repentance. അതൊരു വാസ്തവമായ മാനസാന്തരം അല്ല. Hallelujah. True repentance ഒരു വാസ്തവമായ अंदर മാനസാന്തരം ही अंदर होने वाला एक पवित्र आत्मा का काम है. നമ്മുടെ ഉള്ളിന്റെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. The Holy Spirit can only give true repentance in our heart. വാസ്തവമായ ഒരു മാനസാന്തരം പരിശുദ്ധാത്മാവിന് മാത്രമേ തരുവാൻ സാധിക്കത്തുള്ളൂ. दुनिया में काफी लोग मन फिराया है. ലോകത്ത് ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. हालेलुया. उसका ना मन में उन्होंने कोई निर्णय लिया है, അവർ മനസ്സിൽ ഒരു തീരുമാനം എടുത്തു. लेकिन പക്ഷേ परमेश्वर का बच्चों, आप और मेरा अंदर जो हो रहे उस जो पश्चाताप मन फिराव पवित्र आत्मा से उत्पन्न होना चाहिए. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഈ മാനസാന്തരം പശ്ചാത്താപം ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഉണ്ടാകണം. जब परमेश्वर का वचन हम सुनेगा, ദൈവവചനം നാം ശ്രദ്ധിക്കുമ്പോൾ कोई भी दोधारी तलवार से चौका उस वचन अपने अंदर टॉस पहुंचाएगा. മറ്റൊരേത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ വചനം നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിച്ച് കുത്തുകൊള്ളുമ്പോൾ वो रियल रिपेंटेंस अपने अंदर लाएगा. അത് വാസ്തവമായ പശ്ചാത്താപം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. डेविड का पापों, हालेलुया, उसका पापों के बारे में कोई उनके साथ में चर्चा नहीं किया. ദാവീദിന്റെ പാപം വേറെ ആരുമായി അല്ല ഡിസ്കസ് ചെയ്തത്. वो राजा था, അവൻ രാജാവായിരുന്നു. कोई उनको क्वेश्चन करने वाला नहीं. അവനോട് ചോദ്യം ചോദിക്കുവാൻ ആരുമില്ലായിരുന്നു. लेकिन പക്ഷേ डेविड का रिपेंटेंस हो गया ദാവീദ് മാനസാന്തരപ്പെട്ടു. जब एक भविष्यवक्ता परमेश्वर का वचन उसको सुनाया तभी. പക്ഷെ ഒരു പ്രവാചകൻ മുമ്പിൽ വന്ന് ദൈവശബ്ദം അവൻ കേട്ടപ്പോൾ, जब परमेश्वर का वचन सुनेगा, ദൈവവചനം നാം കേൾക്കുമ്പോൾ उस वचन अपना गलतियों को, अपराधों को, अपना कमियों को प्रकट करके देने वाला
एक दर्पण, एक आईना जैसे है। ആ വചനം നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ പാപങ്ങളെ പ്രകടിപ്പിച്ചു തരുന്ന വെളിപ്പെടുത്തി തരുന്ന ഒരു കണ്ണാടിയെ പോലെയാകുന്നു. परमेश्वर का वचन सीखने वाला, उसमें देखने वाला लोग एक आईना में देखने वाला व्यक्ति के समान है। ദൈവവചനം വായിക്കുന്നവർ പഠിക്കുന്ന വ്യക്തികൾ തന്നെ തന്നെ കണ്ണാടിയിൽ നോക്കുന്നവർ പോലെയാകണം. एक मिरर में जब देखेगा ഒരു കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ हमें पता मिलेगा अपना कमियों क्या है। നമുക്ക് നമ്മുടെ കുറവ് തിരിച്ചറിയുവാൻ സാധിക്കും. ऐसे हमें परमेश्वर का वचन जो दर्पण में हमें देखना है। അങ്ങനെ നമ്മെ തന്നെ വചനമായ കണ്ണാടിയിൽ നമ്മെ തന്നെ നോക്കണം. हालेलुया, ഹല്ലേലൂയ. धन्यवाद यीशु। ആമേൻ. ജീസസ് അപ്പാ. परमेश्वर का वचन दाऊद का जीवन में रिपेंटेंस लाया। ദൈവവചനം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം आज കൊണ്ടുവന്നു. सुबह मैं प्रार्थना कर रहा हूँ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, हम सबके अंदर एक सही एक पश्चाताप, रिपेंटेंस होने की। നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വാസ്തവമായ പശ്ചാത്താപം, ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. जहाँ भी जागृति हुआ എവിടെയൊക്കെ റിവൈവൽ സംഭവിച്ചിട്ടുണ്ടോ उधर सबसे अधिक प्रकट हो गया एक बात है, रिपेंटेंस। അവിടെ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട ഒരു കാര്യമാണ് മാനസാന്തരം. लोग छाती पीट के रोना शुरू किया, വ്യക്തി ജീവിതങ്ങൾ കരയുവാൻ തുടങ്ങി. ऐसे रोना शुरू किया, मैं पापी इंसान हूँ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് मैं എന്ന് इस പറഞ്ഞു. पवित्र परमेश्वर का हुजूरी में खड़ा होने के लिए योग्य नहीं हूँ। ഞാൻ ഈ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. रिपेंटेंस का निशाना है। അതൊരു മാനസാന്തരത്തിന്റെ അടയാളമാണ്. छोटा बच्चा भी रोना शुरू किया, കുഞ്ഞുകൾ മുതൽ കരയുവാൻ 3 തുടങ്ങി. साल का, 4 साल का, 5 साल का, 10 साल का बच्चों रो रहे। 3 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ क्या കരയുവാൻ बोल के തുടങ്ങി. रो रहे? എന്ത് പറഞ്ഞാണ് അവർ मैं बहुत കരയുന്നത്? बड़ा पापी है बोल कर रो रहे। ഞാൻ വലിയ പാപിയാണ് എന്ന് പറഞ്ഞ് मैंने കരയുന്നു. इसे देखा है, कुछ बच्चों बहुत रोते जब पवित्र आत्मा का बहुत बड़ा कार्य कुछ कलीसिया में जब प्रकट होते तभी പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്ന ചില സഭകളിൽ കുഞ്ഞുങ്ങൾ കരയുന്നത് ഞാൻ वो കണ്ടിട്ടുണ്ട്. फूट फूट के रो रहे। അവർ നിലവിളിച്ച് കരയും. क्या बोल कर रो रहे? എന്ത് പറഞ്ഞ मैं കരയുന്നത്? बहुत बड़ा पापी हूँ। ഞാൻ വലിയ പാപിയാണ്. ये बच्चा क्या पाप किया है? ഈ കൊച്ചു കുഞ്ഞ് എന്ത് क्या इन्होंने പാപമായിരിക്കും मर्डर ചെയ്തത്? किया, അവരെന്തോ മർഡർ ചെയ്തോ? किसी को धोखा दिया, ആരെങ്കിലും ചതിച്ചോ? किसी के चोरी किया, ആരെങ്കിലും മോഷ്ടിച്ചോ? क्या ऐसे कोई बहुत बड़ा पाप किया? അങ്ങനെ എന്തെങ്കിലും വലിയ പാപം അവർ ചെയ്തോ? हालेलुया। 10 आज्ञाओं में अलग अलग तरह का पाप होते हैं। 10 കൽപ്പനകളിൽ പലവിധമായ हर പാപങ്ങളുണ്ട്. पाप के लिए एक नंबर दिया है। എല്ലാ പാപത്തിനും ഓരോ നമ്പർ തന്നിട്ടുണ്ട്. कल कोई मुझे कहा, पास्टर जी मेरा पति क्या ना, हालेलुया, पहला आज्ञा को तोड़ रहे। ഇന്നലെ ഒരു ആളിനോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ആദ്യത്തെ നിയമത്തെ तो ലംഘിക്കുന്നു. पहला आज्ञा को कौन सा है? ആദ്യത്തെ നിയമം ഏതാകുന്നു? परमेश्वर छोड़ के किसी को भी प्रणाम करना नहीं है, आराधना करना नहीं है। നമ്മുടെ ദൈവമല്ലാതെ വേറെ ഒരു ദൈവത്തെയും നിങ്ങൾ നമസ്കരിക്കരുത്. तो उस पाप का नंबर है नंबर 1। हालेलुया। ആ പാപത്തിന്റെ നമ്പറാണ് നമ്പർ 1. कोई कहते देखो, हालेलुया, ये व्यक्ति 7वां आज्ञा को तोड़ा, ആരോ പറഞ്ഞു ഈ വ്യക്തി 7ാം നമ്പറിലെ പാപം, तो नंबर 7 पाप है। हालेलुया। 7ാമത്തെ പാപമാണ് व्यभिचार जैसे पाप, വ്യഭിചാരം പോലെയുള്ള പാപങ്ങൾ. नंबर दिया है पापों के लिए। പാപങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട്. धन्यवाद यीशु। ये बच्चा क्या नंबर में है, वैसे लिस्ट में है, वैसे कुछ पाप किया क्या? ഈ കുഞ്ഞ് ഈ നമ്പർ ലിസ്റ്റിലുള്ള ഏതെങ്കിലും പാപമാണോ ചെയ്തത്? नहीं किया, അല്ല. लेकिन होली स्पिरिट कन्विक्शन दे रहे। പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു അംഗീകാരം കൊണ്ടുവരുന്നു. तो जब पवित्रता, परमेश्वर का पवित्रता को एक व्यक्ति महसूस करेगा, ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ വിശുദ്ധിയെ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ सिर्फ तब वो उनको समझ में आएगा वो कितना गिरा वो व्यक्ति है, कितना पापी इंसान हो। ആ സമയം ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ വ്യക്തി എത്രമാത്രം പാപിയായ ഒരു വ്യക്തിയാകുന്നു എന്ന്. एक सही रिवाइवल का सबसे बड़ा निशाना है ഒരു ട്രൂ ആയിട്ടുള്ള റിവൈവലിന്റെ ഏറ്റവും വലിയൊരു അടയാളം रिपेंटेंस। പശ്ചാത്താപം. अगर रिपेंटेंस, पश्चाताप नहीं है तो പശ്ചാത്താപം ഇല്ല എങ്കിൽ इसका मतलब उधर कुछ रिवाइवल नहीं हो रही। അതിന്റെ അർത്ഥം അവിടെ ഒരു റിവൈവലും സംഭവിച്ചിട്ടില്ല. रिवाइवल आपको संपूर्ण तौर से बदलेगा। റിവൈവൽ നിങ്ങളെ മുഴുവനായി മാറ്റും. रिवाइवल आपको परमेश्वर का उसी प्रतिमा में बदलने के लिए मदद करेगा। റിവൈവൽ നിങ്ങളെ യേശുവിന്റെ സ്വരൂപവുമായി മാറ്റുവാൻ ദൈവം അനുവദിക്കും. धन्यवाद। ഹല്ലേലൂയ. परमेश्वर का वचन में लिखा है, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, जब पवित्र आत्मा
तुम पर आएगा. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ सब लोग कहो ना. എല്ലാവരും When പറഞ്ഞാട്ടെ Holy Spirit comes upon you, जब पवित्र आत्मा तुम पर आएगा, जब पवित्र आत्मा आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ क्या होने वाला है? എന്ത് സംഭവിക്കും? What will happen? എന്ത് സംഭവിക്കും? उधर लिखा है सामर्थ पाओगे. അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ശക്തി പ്രാപിക്കും. किस चीज के लिए सामर्थ? എന്തിനു വേണ്ടിയാണ് ശക്തി പ്രാപിക്കുന്നത്? आज थोड़ा देर हम परमेश्वर का वचन से सीखने के लिए जा रहे ഇന്ന് കുറച്ചു നേരം നമുക്ക് വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा, നിങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും? आपके अंदर क्या क्या होगा? നിങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണം? आपके अंदर क्या क्या होना चाहिए? हालेलुया. ये हम हालेलुया. सीखने के लिए जा रहे हो. ഇത് നാം പഠിക്കുവാൻ പോകുന്നു. जब पवित्र आत्मा अपने ऊपर आऊंगा तभी. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ हम कभी गाना में गाते हैं, നാം ചിലപ്പോൾ പാട്ടിൽ പാടും, जब आत्मा पवित्र आत्मा मेरे ऊपर आऊंगा, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ मैं दाऊद का समान नाचूंगा. ഞാൻ ദാവീദിനെ പോലെ നൃത്തം ചെയ്യും. हालेलुया. हालेलुया. अच्छे बातें नाच നല്ല के आराधना കാര്യമാണ്. करेगा. നാം ആരാധിക്കുന്നത് जब पवित्र നൃത്തം आत्मा ചെയ്യും. अपने ऊपर आएगा, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു हम കഴിഞ്ഞാൽ सब कुछ भूल कर प्रभु को आराधना करने നാം वाले हैं. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കും. बहुत अच्छे बात है. നല്ല കാര്യമാണ്. बहुत आनंद का समय है. നല്ല ആനന്ദകരമായ नाच സമയമാണ്. के खुद के उजल के आराधना करेगा. നൃത്തം ചെയ്ത് ചാടി തുള്ളി प्रभु ആരാധിക്കുന്നത്. का उपस्थिति छोड़ के हम जाना नहीं चाहते, वैसे आराधना करेगा. ദൈവസന്നിധി വിട്ട് നാം പോവാൻ ആഗ്രഹിക്കത്തില്ല, അതുപോലെ നാം ആരാധിക്കും. कुछ लोग कहते हैं ചിലർ जब പറയും पवित्र आत्मा अपने ऊपर आएगा, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ अन्य भाषा बोलेगा. അന്യഭാഷ പറയും. इसलिए ऐसे एक बहुत बड़ा एक मिसअंडरस्टैंडिंग बोल सकते हैं. അതുകൊണ്ട് ഇതിനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് നമുക്ക് പറയാം, लोगों के തെറ്റിദ്ധാരണ. अंदर वो बैठ गया है. അത് മനുഷ്യരുടെ ഉള്ളിൽ അത് കയറി കഴിഞ്ഞു. लोगों का सोच पवित्र आत्मा आपको दिया है अन्य भाषा बोलने के लिए. എല്ലാവരും വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമാകുന്നു എന്ന്. ऐसे पूछते कि अन्य भाषा पाया क्या? അന്യഭാഷ പ്രാപിച്ചോ? मतलब पवित्र आत्मा मतलब अन्य भाषा. അവർക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ. मेरा भाई हम बहन, हम पवित्र आत्मा सिर्फ अन्य भाषा नहीं. എന്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് അന്യഭാഷ മാത്രമല്ല. अन्य भाषा में आप बात करते तो इसका मतलब पवित्र आत्मा आप में वास कर रहे करके एक चिन्ह, एक निशाना है. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നു, അതിന്റെ അർത്ഥം ഒരു അടയാളം മാത്രമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് लेकिन എന്ന്. सिर्फ अन्य भाषा नहीं है. അത് അന്യഭാഷ बहुत മാത്രമല്ല, सा कामों आपका जीवन में होते हैं. മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. आपको ये बात बहुत ध्यान से सुनना है और जीवन में लाहू बनाने के लिए कोशिश करना है. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം, അത് നിങ്ങളുടെ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്യുവാൻ When നിങ്ങൾ Holy ശ്രമിക്കണം. Spirit comes upon you, जब पवित्र आत्मा तुम पर what will आएगा, happen in your life? आपके जीवन में क्या होगा? Simply यीशु ने कहा you will receive power. यीशु ने इस प्रकार से कहा कि आप सामर्थ पाओगे. What kind of power? किस प्रकार की सामर्थ? हम सबको पावर चाहिए. നമുക്ക് എല്ലാവർക്കും ശക്തി വേണം. पावर नहीं है तो हम जीतने वाला नहीं. ശക്തി ഇല്ല എങ്കിൽ നമുക്ക് ജയിക്കുവാൻ अपने शत्रु के സാധിക്കത്തില്ല. ऊपर जीतने के लिए हमें पावर चाहिए. നമ്മുടെ ശത്രുവിന്റെ മേൽ ജയിക്കുവാൻ നമുക്ക് जब ശക്തി हम വേണം. इस बात को सुनेगा, നാം ഈ കാര്യം കേൾക്കുമ്പോൾ हमें और एक मिसअंडरस्टैंडिंग है. നമുക്ക് ഒരു തെറ്റിദ്ധാരണയും കൂടി हम കടന്നു सोचते വരും. हैं पावर इसलिए दिया है ശക്തി തരേണ്ട കാരണം हमें डिलीवरेंस मिलने के लिए, നമുക്ക് വിടുതൽ ലഭിക്കണം, शत्रु के ऊपर जीत पाने के लिए, ശത്രുവിന്റെ മേൽ ജയിക്കണം, जंजीरों को तोड़ने के लिए, ബന്ധനങ്ങളെ അഴിക്കണം, जुवाओं को तोड़ने के लिए. നമ്മുടെ നുകങ്ങളെ തകർക്കണം. क्या पावर सिर्फ उसके लिए दिया है? ശക്തി അതിനു വേണ്ടി മാത്രമാണോ? परमेश्वर का वचन से अब सीखने के लिए कोशिश ദൈവത്തിന്റെ करें. വചനം നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കാം. पवित्र आत्मा एक व्यक्ति में आएगा तभी क्या क्या उस व्यक्ति का जीवन में होने वाला है. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എന്തൊക്കെ സംഭവിക്കും? मैं सही रिवाइवल का बारे में और भी कुछ बोलना चाहता हूँ. ഞാൻ വാസ്തവമായ റിവൈവലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ देखो, ആഗ്രഹിക്കുന്നു. छोटा बच्चा रो रो के प्रार्थना कर रहे हैं ഇവിടെ ഒരു കുഞ്ഞു കരഞ്ഞു കരഞ്ഞു और कह പ്രാർത്ഥിക്കുന്നു. रहे मैं पापी इंसान हूँ. ആ കുഞ്ഞു പറഞ്ഞു ഞാൻ പാപിയായ ഒരു വ്യക്തിയാകുന്നു. हालेलुया. क्योंकि उन्होंने पवित्र आत्मा का स्पर्शन अनुभव किया. കാരണം ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിച്ചു. पवित्र आत्मा बहुत पवित्र आत्मा है. പവിത്രാത്മ വിശുദ്ധിയുള്ള ഒരു ആത്മായാണ്, सबसे पवित्र है. ഏറ്റവും വിശുദ്ധനാണ്. क्योंकि കാരണം Holy Spirit himself he is God. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. परमेश्वर का पवित्रता क्या है? ദൈവത്തിന്റെ വിശുദ്ധി എന്താകുന്നു? जब
परमेश्वर का आत्मा, ദൈവത്തിന്റെ ആത്മാവ്, जब यीशु का आत्मा യേശുവിന്റെ ആത്മാവ് आपके अंदर आएगा, നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ आप उस पवित्रता को महसूस करना शुरू करेंगे। നാം ആ വിശുദ്ധിയെ തിരിച്ചറിയുവാൻ അനുഭവിക്കുവാൻ തുടങ്ങും. पाप को आप ऐसा रोना करना शुरू करेंगे, പിന്നെ പാപത്തെ നാം വെറുക്കുവാൻ തുടങ്ങും. तभी आप रोना शुरू करेगा। അപ്പോൾ നാം കരയുവാൻ തുടങ്ങും. मैं पापी इंसान हूँ, കർത്താവേ ഞാൻ പാപിയായ ഒരു जैसे यशायाह മനുഷ്യനാകുന്നു. भविष्यद्वक्ता ने रोया वैसे, യെശയ്യാ പ്രവാചകൻ കരഞ്ഞതുപോലെ मैं अशुद्ध होठों वाला इंसान, ഞാൻ അശുദ്ധ അധരങ്ങളുള്ള ഒരു मैं अशुद्ध മനുഷ്യൻ, होठों वाला जन के बीच में रहते, ഞാൻ അശുദ്ധ ജനങ്ങളുടെ മധ്യത്തിൽ मेरे ऊपर പാർക്കുന്നു. हाय हाय बोल के रोया। എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് കരഞ്ഞു. यशायाह का जीवन में इतना परिवर्तन होने का कारण क्या है? യെശയ്യയുടെ ജീവിതം ഇത്രമാത്രം മാറുവാനുള്ള യെശയ്യാ ने കാരണം എന്താകുന്നു? परमेश्वर का पवित्रता को महसूस किया। യെശയ്യ ദൈവത്തിന്റെ വിശുദ്ധിയെ जब उनका മനസ്സിലാക്കി. कानों में उस आवाज आया, അവൻ തന്റെ ചെവി കൊണ്ട് ദൈവ ശബ്ദം क्या കേട്ടു. आवाज है? എന്താകുന്നു ആ ओ ശബ്ദം? हालेलुया, सेनाओं का यहोवा, സൈന്യങ്ങളുടെ യഹോവ, पवित्र पवित्र पवित्र, हालेलुया, വിശുദ്ധൻ 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 എന്ന്. परिशुद्धन परिशुद्धन परिशुद्धन। ആമേൻ. विशुद्धि से थोड़ा ग्रेड ज्यादा है परिशुद्धि, हालेलुया। विशुद्धि से एक कदम आगे है परिशुद्धि। आमेन, सेनाओं का आमेन। यहोवा पवित्र पवित्र पवित्र, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. उसका कानों के अंदर उस आवाज पहुंचा, ആ ശബ്ദം അവൻ തന്റെ ചെവികൾ കൊണ്ട് അത് കേട്ടു. उस पवित्रता उसका कानों के अंदर आ रहे। ആ വിശുദ്ധി അവന്റെ ചെവികളുടെ ഉള്ളിലേക്ക് അത് കയറി जब വന്നു. उन्होंने हालेलुया परमेश्वर का वस्त्र का औंचल को देखा, ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ തുമ്പ് അവൻ കണ്ടു. जब उन्होंने परमेश्वर का महिमा आले में भरा हुए करके देखा, അവൻ എപ്പോഴാണോ കർത്താവിന്റെ മഹത്വം ആലയം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു, उसका आंखों में उस पवित्रता का एक स्पर्शन, അവന്റെ കണ്ണുകളിൽ ഈ വിശുദ്ധിയുടെ ഒരു സ്പർശനം അവൻ അനുഭവിച്ചു. संपूर्ण रूप में पवित्रता का एक स्पर्शन वो अनुभव कर रहे। പൂർണ്ണമായ ആ വിശുദ്ധിയുടെ ആ സ്പർശനം അവൻ उन्होंने അനുഭവിച്ചു. देखा दूतों कैसे आराधना कर रहे, അവൻ കണ്ടു സ്വർഗദൂതന്മാർ എങ്ങനെയാണ് दूतों ആരാധിക്കുന്നത്. कैसे आराधना कर रहे थे। സ്വർഗദൂതന്മാർ എങ്ങനെ उन्होंने ആരാധിക്കുന്നു लिखा है, അവിടെ എഴുതിയിരിക്കുന്നു. यशायाह 6वां अध्याय में लिखा है, യെശയ്യാ 6 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. इस जो खिरूबियों के लिए, ഈ കെരൂബിൻസ്, हालेलुया, जरा दूसरा आयत पढ़ लीजिए 6वां अध्याय का, चैप्टर 6 वर्स 2। कितना पंखों थे? आप कोई तस्वीर में देखा 6 पंखों के साथ में स्वर्गदूतों को? 6 ചിറകുള്ള സ്വർഗദൂതനെ കണ്ടിട്ടുണ്ടോ? हम जो एंजल्स का तस्वीर देखते हैं 2 पंखों हम देख सकते നാം സ്വർഗദൂതന്മാരുടെ ചിത്രം കാണുമ്പോൾ 2 ചിറകുകളാണ് हैं, കാണുന്നത്. लेकिन एशिया 6 में लिखा है 6 पंखों। പക്ഷേ യെശയ്യാ 6 എഴുതിയിരിക്കുന്നു 6 ചിറകുകൾ. हालेलुया, ഹല്ലേലൂയ. 6 पंखों से वो क्या करते, उड़ रहे, 6 ചിറക് ഉണ്ടായിരുന്നു, ചിറകുകൾ കൊണ്ട് പറക്കുന്നു. 6 चिरग, 6 पंख, 3 जोड़ी, 3 जोड़िകൾ. हालेलुया। और पढ़ लीजिए, 2 पंखों से क्या किया है? 2 കൊണ്ട് അവർ മുഖം മൂടി. मुंह नहीं, मुंह को, उसके चेहरे को 2 കൊണ്ട് അവർ മുഖം മൂടി, ऐसे ढक लिया है, മൂടി വെച്ചിരിക്കുന്നു. covering their faces, वो अपने मुंह को छुपा लिए not थे. their mouths। ओके, हिंदी में जो मुंह और मुंह दोड़ा ही शब्द में फर्क ആമേൻ. है। മുഖം മൂടിയിരുന്നു. 2 पंखों से मुंह को ढक लिया है। 2 കൊണ്ട് അവർ തങ്ങളുടെ മുഖം മൂടി. क्यों? എന്തുകൊണ്ട്? क्यों मुंह को ढक लिया है? എന്തുകൊണ്ടാ മുഖം മൂടിയത്? क्योंकि इस पवित्र परमेश्वर का जलाल का सामने स्वर्गदूतों खड़ा नहीं कर सकते। കാരണം ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപ് സ്വർഗ്ഗദൂതന്മാർക്ക് പോലും നിൽക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. उनका चेहरा एक्सपोज्ड हो नहीं सकता। അവർക്ക് തോന്നുന്നു അവരുടെ മുഖം അവർക്ക് കാണിക്കുവാൻ സാധിക്കത്തില്ല. उनको लगा मेरा आंखों इस परमेश्वर को देख नहीं सकता। അവർക്ക് മനസ്സിലായി അവരുടെ കണ്ണുകൊണ്ട് ഈ പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ The സാധിക്കത്തില്ല. angels cannot see God. അഥവാ Hallelujah. സ്വർഗ്ഗദൂതന്മാർ കാണുവാൻ സാധിക്കുന്നില്ല अगर എങ്കിൽ angels उनका चेहरे को ना हल उखाड़ कर
परमेश्वर को उस स्थिति में खड़ा नहीं कर सकते तो സ്വർഗ്ഗദൂതന്മാർ പോലും തന്റെ മുഖങ്ങളെ കാണിച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ क्या पवित्रता है परमेश्वर का, കർത്താവിന്റെ പരിശുദ്ധം എത്രമാത്രം, ग्लोरी परमेश्वर का पवित्रता का हालेलुया निशाना है. മഹത്വം കർത്താവിന്റെ പരിശുദ്ധിയുടെ ഒരു അടയാളമാണ്. We used to pray, അവനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, we used to നാം ഇങ്ങനെ പ്രാർത്ഥിക്കും, Lord, we want to see your glory. കർത്താവിന്റെ മഹത്വം കാണാൻ You know മാത്രമല്ല, what is the glory of God? കർത്താവിന്റെ മഹത്വം എന്താകുന്നു? ग्लोरी उनका पवित्रता का एक रिफ्लेक्शन है, उसका पवित्रता का क्या कह सकते हैं हम, हालेलुया, एक प्रकटीकरण है. മഹത്വം എന്നത് കർത്താവിന്റെ വിശുദ്ധിയുടെ ഒരു വെളിപ്പെടുത്തലാണ്. जितना ज्यादा पवित्र होते उतना ग्लोरी बढ़ेगा. എത്രമാത്രം പരിശുദ്ധിയുണ്ടോ അത്രമാത്രം മഹത്വവും आपके വളരും. जीवन में एक बात सही है मेरा प्यारो, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഇത് if you ഓർക്കണം, lead a holy life, നിങ്ങൾ ഒരു വിശുദ്ധിയുള്ള ജീവിതം Satan आपको देख നയിക്കുവാണെങ്കിൽ नहीं पाएगा. പിശാച് നിങ്ങളെ നോക്കുവാൻ ആँखों बंद സാധിക്കത്തില്ല. നിങ്ങൾ കണ്ണ് മൂടിക്കളയും. हालेलुया. ആമേൻ, ഹല്ലേലൂയ. धन्यवाद. मैं काफी बार बता के दिया है. ഞാൻ പലവട്ടം ഇത് പറഞ്ഞു आपके पास തന്നിട്ടുണ്ട്. कोई भी वरदान नहीं होगा, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു കൃപാവരങ്ങളും ഇല്ലായിരിക്കാം, भविष्यवाणी का वरदान नहीं होगा, പ്രവചനവരം ഇല്ലായിരിക്കാം, चलेगा. കുഴപ്പമില്ല. आपके पास चंगाई का वरदान नहीं होगा, നിങ്ങൾക്ക് സൗഖ്യത്തിന്റെ കൃപാവരം ഇല്ലായിരിക്കാം, पराक्रमी कामों करने का वरदान नहीं होगा. വൻ കാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപകൾ ഇല്ലായിരിക്കാം. हालेलुया. ഹല്ലേലൂയ. लेकिन आपके पास पवित्रता है तो, പക്ഷെ നിങ്ങളുടെ പക്കൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, पवित्रता है तो, വിശുദ്ധി ഉണ്ടെങ്കിൽ, थैंक यू हालेलुया. जीसस, चखना नहीं, छूना नहीं, देखना नहीं, आमेन. ऐसे अपने आप को बोलने वाला व्यक्ति है आप है तो. രുചിക്കരുത്, തുടരുത്, നോക്കരുത് എന്ന് തന്നെ തന്നെ നിയന്ത്രിച്ച് വെക്കുന്ന ഒരു ओ मैं परमेश्वर का വ്യക്തിയാണെങ്കിൽ, बच्चा हूँ, ഞാൻ ദൈവത്തിന്റെ പൈതലാകുന്നു, चखना नहीं, छूना नहीं, देखना नहीं. രുചിക്കരുത്, തുടരുത്, കാണരുത്. जब आपका मोबाइल पवित्र रहेगा, നിങ്ങളുടെ മൊബൈൽ വിശുദ്ധി ഉള്ളതാണെങ്കിൽ, आपका मोबाइल ഹല്ലേലൂയ, पवित्र रहेगा, നിങ്ങളുടെ മൊബൈൽ വിശുദ്ധി ഉള്ളതാണെങ്കിൽ, आपका लैपटॉप पवित्र നിങ്ങളുടെ रहेगा. ലാപ്ടോപ്പ് വിശുദ്ധി ഉള്ളതാണെങ്കിൽ, एक बार पीजी वर्गीस अंकल ने ऐसे कहा, ഒരിടം പി.ജി. വർഗീസ് അങ്കിൾ ഇപ്രകാരം പറഞ്ഞു, हालेलुया, उनको जब पहले बार कोई कंप्यूटर सिस्टम मिला, ആദ്യമായി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കിട്ടിയപ്പോൾ उन्होंने सिस्टम रखे प्रार्थना किया, ആ സിസ്റ്റം വെച്ച് പ്രാർത്ഥിച്ചു, प्रभु जी इस सिस्टम में कोई भी अपवित्र तस्वीर, कोई भी अपवित्र कामों होना नहीं है. കർത്താവേ ഈ ഡിവൈസിൽ ഒരു അപവിത്രമായ ഒന്നും തന്നെ That ഉണ്ടാകരുത്. was an inspiration for me. അത് എനിക്കൊരു ഇൻസ്പിറേഷൻ मैंने ആയി सोचा മാറി. हर मोबाइल जब खरीदते हैं ना, ഞാൻ आपको ഒരെല്ലാം प्रार्थना മൊബൈൽ करना വാങ്ങിക്കുമ്പോൾ है. My നമുക്ക് mobile should be പ്രാർത്ഥിക്കണം. holy. ആമേൻ, ആമേൻ. എന്റെ മൊബൈൽ വിശുദ്ധിയുള്ളതായിരിക്കണം. ओ हल जुबान आमेन. में पवित्रता, നമ്മുടെ അധരങ്ങളിൽ आंखों വിശുദ്ധിയുള്ളത്, में पवित्रता, നമ്മുടെ കണ്ണുകളിൽ कानों വിശുദ്ധി, में पवित्रता, നമ്മുടെ കാതുകളിൽ വിശുദ്ധി, वस्त्रों में पवित्रता. നമ്മുടെ വസ്ത്രങ്ങളിൽ വിശുദ്ധി. ओ हल विरल तुंबिल पोलुम विशुद्धि, आमेन. हमारे अंगूठों में भी जो है विशुद्ध पवित्रता चखना में, नहीं, छूना नहीं, देखना नहीं. आमेन, हालेलूया. वैसे രുചിക്കരുത്, दूसरा कोई पास्टर नहीं है, പേര് ഒരു പാസ്റ്റർ അല്ല, पवित्र आत्मा आपके अंदर बैठ के बात करेगा. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കും. आत्मा अपना आत्मा से പരിശുദ്ധാത്മാവ് कहेगा. നമ്മുടെ ആത്മാവിനോട് പറയും. जब आत्मा अपना आत्मा से कहेगा, പരിശുദ്ധാത്മാവ് നമ്മുടെ ये ആത്മാവിനോട് कोई പറയും. शारीरिक कानून का हिसाब से नहीं है. ഇതൊരു ശാരീരികമായ നിയമം अंदर അനുസരിച്ചല്ല, आत्मा क्रिया कर रहे हैं. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചു वैसे തുടങ്ങും. पवित्रता है, അതുപോലൊരു दो വിശുദ്ധിയുണ്ട്, तरह का पवित्रता है. രണ്ട് പ്രകാരമുള്ള एक വിശുദ്ധിയുണ്ട്. तरह का पवित्रता बहुत शारीरिक व्यवस्था से, कानूनों से बनाए पवित्रता है. ഒരു വിശുദ്ധി ശാരീരികമായ ചില നിയമങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വിശുദ്ധി. हमें बार बार पास्टर कह रहे, कलीसिया का लीडर्स कह रहे, आपको ये करना नहीं, പലവട്ടം ലീഡേഴ്സ് നിങ്ങളോട് പറഞ്ഞത് ചെയ്യരുത് എന്ന്. वो कानून है. അത് നിയമമാണ്. अपना दिल के अंदर तो आशा बहुत है, നമ്മുടെ ഹൃദയങ്ങളിൽ ആഗ്രഹം तो ഒത്തിരിയുണ്ട്. हम क्या करेगा. നാം എന്ത് जब ചെയ്യും? पास्टर साथ में नहीं है, लीडर्स नहीं देख रहे, पेरेंट्स नहीं देख रहे, कोई हमें देखने के लिए नहीं है, तभी हम दौड़ा क्या करेगा, परीक्षा करेगा, थोड़ा एक्सपेरिमेंट करेगा. പാസ്റ്റർ നോക്കുന്നില്ല, ലീഡേഴ്സ് നോക്കുന്നില്ല, ആരുമില്ലെങ്കിൽ നാം അത് ചെയ്യുവാൻ ശ്രമിക്കും. क्योंकि nobody is watching us. കാരണം ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. वो होलीनेस किस तरह का होलीनेस है? അത് ഏത് വിധത്തിലുള്ള कोई വിശുദ്ധിയാണ്? जबरदस्ती करके दिया हुआ होलीनेस है. ആരോ നിങ്ങളുടെ മേൽ ഇട്ട ഒരു നിർബന്ധം കാരണം നിങ്ങൾ पौलुस ने ചെയ്യുന്ന पत्री ഒരു में लिखा, പൗലോസ് जैसे कोई ലേഖനത്തിൽ कोई शारीरिक नियम से नहीं, ജഡത്തിലുള്ള ഒരു നിയമമല്ല, चखना नहीं है, छूना नहीं है, देखना नहीं है, वैसे कोई जड़ में शरीर में जो
कानून से नहीं, രുചിക്കരുത്, തുടരുത്, തിന്നരുത് എന്നുള്ളത് ജഡപ്രകാരമുള്ള നിയമം കൊണ്ട് अंदर മാത്രമല്ല, ही अंदर पवित्र आत्मा कार्य नहीं करना है. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് ചെയ്യരുത്. वो पवित्रता कुछ अलग है. ആ വിശുദ്ധിച്ച വേറെയാണ്. इसीलिए वचन में लिखा है അതുകൊണ്ട് വചനത്തിൽ पवित्र എഴുതിയിരിക്കുന്നു, अपने आप को पवित्र करेगा. ആമേൻ, പരിശുദ്ധാത്മാവ് തന്നെ തന്നെ The Holy ശുദ്ധീകരിക്കും. One, the Holy One, വിശുദ്ധനായവൻ He will sanctify himself. അവൻ അവനെ തന്നെ विशुद्धन ശുദ്ധീകരിക്കുന്നു. तन्नतान विशुद्धीകരിക്കട്ടെ. आमेन. जो पवित्र है वो अपने आप को पवित्र If करे. you have the infilling of the Holy Spirit, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ पवित्र നിറവുണ്ടെങ്കിൽ आत्मा आपको मदद करेगा और पवित्र बनने के लिए. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും, നിങ്ങൾ ഇനിയും कोई വിശുദ്ധരാകേണ്ടതിന്. भी वरदान आपके पास नहीं होगा. നിങ്ങളുടെ പക്കൽ വേറെ ഒരു കൃപാവരങ്ങളും ഇല്ലായിരിക്കാം. पवित्रता है तो വിശുദ്ധി ഉണ്ടെങ്കിൽ शैतान ആമേൻ, आपको देखे भागेगा. പിശാച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. शैतान हामा शखाना रामशल खले रातुल पंदना हजना लवशल कमने. हालेलुया. क्योंकि आपके 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 स्पिरिचुअल बॉडी से इतना जलाल आ रहे, കാരണം നിങ്ങളുടെ ഈ ആത്മീയമായ ശരീരത്തിൽ നിന്ന് ഇത്ര വലിയ മഹത്വം शैतान का വെളിപ്പെടുന്നു. आत्मा फट जाएगा. പിശാചിന്റെ കണ്ണ് കീറിപ്പോകും. हालेलुया. वो फूट जाने वाला है. ആമേൻ. അത് നശിച്ചു പോകും. हालेलुया. वो देख नहीं पाएगा. आपके चेहरे में वो दृष्टि लगा नहीं पाएगा. പിശാച് നിങ്ങളുടെ മുഖത്തേക്ക് അവനെ ദൃഷ്ടി വെക്കുവാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല. धन्यवाद. ഹല്ലേലൂയ. मैं ऐसे वचन को थोड़ा हल मोड़ के कहना चाहता हूँ. ഞാൻ വചനത്തെ കുറച്ചും കൂടി ഇപ്രകാരം हाँ, ट्विस्ट करके कहना चाहता हूँ. ട്വിസ്റ്റ് ചെയ്ത് मैं जानती പറയാൻ हूँ, ट्विस्ट करके ആഗ്രഹിക്കുന്നു. कह रहे हो. എനിക്കറിയാം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് പറയുകയാണ്. आयुब का बारह में ഇയ്യോബിനെ പറ്റി परमेश्वर ने शैतान को पूछा, കർത്താവ് പിശാചിനോട് ചോദിച്ചു, मेरा दास आयुब के ऊपर तूने दृष्टि लगाया? എന്റെ ദാസനായ ഇയ്യോബിന്റെ മുകളിൽ നീ ദൃഷ്ടി വെച്ചു? शैतान कहा, പിശാച് പറഞ്ഞു, ऐसे तुम उसका चारों तरफ बाड़ा बना के रखा है. നീ നാല് പക്കലും അവനെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. मतलब उसका जानवरों का, उनका खेती, सबका चारों तरफ बाड़ा है, इसलिए नहीं देख पाया. അവന്റെ ആടുമാടുകൾ സകല സമ്പത്തിന്റെയും ചുറ്റും നീ വേലി കെട്ടി സൂക്ഷിച്ചതുകൊണ്ട് എനിക്ക് നോക്കുവാൻ സാധിച്ചില്ല. something very important. ചർച്ച് ദൈവസഭയെ वो നിങ്ങളോട് बाड़ा, കാര്യം वो പറയുവാൻ बाड़ा का ആഗ്രഹിക്കുന്നു. मीनिंग क्या है मालूम है? ആ ദൈവം आयुब का ചുറ്റിയിരിക്കുന്നു बारे में എന്ന് പറഞ്ഞ परमेश्वर बोल रहे, പ്രൊട്ടക്ഷൻ. गवाहिए. അയ്യൂബിനെ പറ്റി കർത്താവ് പറയുന്ന ഒരു वो गवाही क्या है? ആ സാക്ഷ്യം आयुब धार्मिक था. आयुब धार्मिक था. ഇയ്യോബ് सारे നീതിമാനായിരുന്നു. दोष पाप से दूर रहने वाला അവൻ व्यक्ति. സകല പാപത്തിൽ നിന്നും അകലെ ദൂരെയായിരുന്ന ഒരു आयुब का വ്യക്തിയായിരുന്നു. बाड़ा क्या है मालूम है? ഇയ്യോബിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ आप बोल रहे, എന്തായിരുന്നു? परमेश्वर बाड़ा बनाया. നിങ്ങൾ പറയുന്നു കർത്താവ് വേലി नहीं കെട്ടി. भाई, അല്ല, उसका पवित्रता, അവന്റെ വിശുദ്ധി, उसका बाड़ा को बने रखा. അവന്റെ വേലി കെട്ടി അവനെ उसका സൂക്ഷിച്ചു बाड़ा क्यों വെച്ചിരുന്നു. गिरा नहीं? അവന്റെ വേലി എന്തുകൊണ്ട് പൊളിഞ്ഞില്ല? क्योंकि वो पवित्र था. കാരണം അവൻ വിശുദ്ധനായിരുന്നു. Do you know that? നിങ്ങൾക്ക് അതറിയാമോ? If you are not leading a holy life, अगर आप पवित्र जीवन नहीं बिता that रहे हो, will bring breaches in your walls. वो आपकी दीवारों में Amen. वो स्क्रैचेस लेकर आएगा. परमेश्वर के वचन में काफी भागों में लिखा है, വചനത്തിൽ പലവട്ടം എഴുതിയിട്ടുണ്ട്. दीवारों में छेद गिरा है. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വാൾസുകളിൽ ഹോൾസ് बाड़ा വന്നിരിക്കുന്നു. में छेद गिरा है. നിങ്ങളുടെ വേലി उधर से കെട്ടിയിരിക്കുന്നതിനകത്ത് शत्रु घुस जाएगा. ആമേൻ. അതിൽ കൂടി പിശാച് काफी बार പ്രവർത്തിക്കും. इस्राएल का दीवारों में छेद गिरा. പലവട്ടം ഇസ്രായേലിന്റെ വാളിൽ ഒരു ഗ്യാപ്പ് ഇടർച്ച ക്യോം സംഭവിച്ചു. ഛേദ് ഗിരാ? എന്തുകൊണ്ടാണ് ആ ഇടർച്ച സംഭവിച്ചത്? हालेलुया. धन्यवाद यीशु. परमेश्वर उनके लिए आग सा दीवार था. ദൈവം അവരുടെ മുമ്പിൽ അഗ്നി സ്തംഭമായിട്ടുണ്ടായിരുന്നു. അഗ്നിയുടെ വോളായിരുന്നു, അഗ്നിയുടെ തീ മതിലായിരുന്നു. लेकिन कभी कभी इस दीवार में छेद गिरा. പക്ഷെ പലവട്ടം ആ മതിലിൽ ആ വാളിൽ ഒരു വിള്ളൽ Holy സംഭവിച്ചിരുന്നു. Spirit is giving me a revelation. പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രകാശനം തരുന്നു. परमेश्वर उनका चारों तरफ अग्नि का एक दीवार बनने वाला है. കർത്താവ് നാല് ചുറ്റും തീയുടെ ഒരു മതിൽ. Child of God, you have a wall of fire around you. ദൈവമക്കളെ, നിങ്ങളെ നാല് ചുറ്റും തീയുടെ ഒരു മതിൽ ഉണ്ട്. शैतान आपको देख नहीं सकते. പിശാച് നിങ്ങളെ കാണുവാൻ സാധിക്കത്തില്ല. उसका आंखों में क्या होने वाला है मालूम है? അവന്റെ കണ്ണുകൾ എന്ത് സംഭവിക്കും? കണ്ണ് മഞ്ചളിച്ചു പോകുന്നു പറയത്തില്ല. എന്ന് പറയുന്നത് ധുന്ദല. धुंधुला नहीं, एक आग ऐसे सूरज को देख नहीं सकते, वैसे कि ना हम पेन हो जाते ना आंखों में, वैसे का अनुभव है. धन्यवाद यीशु. अंधेर हो जाएगा. धन्यवाद यीशु. देखो, आपका चारों तरफ आग है, आग. നിങ്ങളുടെ നാല് വശത്തും തീയാണ്. लिखा है क्या? फायर वॉल.
ആമേൻ. തീമതിൽ. परमेश्वर आपका चारों तरफ क्या बनेगा? ദൈവം നിങ്ങളുടെ നാല് ചുറ്റും എന്താകും? फायर തീമതിൽ. का बाड़ा. ആമേൻ. തീ കൊണ്ടുള്ള ഒരു വേലി. मैं एक्सप्लेन करेगा. ഞാൻ മനസ്സിലാക്കി തരാം. परमेश्वर ने एक बार इसराइल को कहा, കർത്താവ് ഒരിക്കൽ ഇസ്രായേലിനോട് പറഞ്ഞു, तेरा देश के ऊपर मेरा ग्लोरी है. നിന്റെ ദേശത്തിന്റെ മുകളിൽ എന്റെ So that മഹത്വമുണ്ട്. fire is the glory of God. ആ തീ ദൈവത്തിന്റെ മഹത്വമാകുന്നു. Glory of God. ദൈവത്തിന്റെ മഹത്വം. लेकिन कुछ समय में പക്ഷെ കുറച്ച് നാൾ ശേഷം प्रजा जब पाप किया, പ്രജ പാപം ചെയ്തു धीरे കഴിഞ്ഞപ്പോൾ धीरे धीरे ग्लोरी निकल गया. പതിയെ 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 ആ മഹത്വം आदम നഷ്ടപ്പെട്ടു पाप പോയി. किया, ആദം പാപം क्या ചെയ്തു. निकल गया? എന്ത് നഷ്ടപ്പെട്ടു? ग्लोरी निकल गया. മഹത്വം നഷ്ടപ്പെട്ടു. ग्लोरी का मतलब क्या है? ആ മഹത്വത്തിന്റെ അർത്ഥം चारों എന്തുവാ? तरफ फायर वॉल था. നാല് ചുറ്റും തീ शैतान देख മതിലുണ്ടായിരുന്നു. नहीं सकते था. പിശാചിനെ നോക്കുവാൻ एक പോലും एक एक സാധിക്കത്തില്ലായിരുന്നു. बाड़ा था. ഒരു വേലി ഉണ്ടായിരുന്നു. आयुब का चारों तरफ परमेश्वर ने एक बाड़ा बना कर रखा है. യോബിന്റെ നാല് ചുറ്റും അവൻ വേലി കെട്ടി मैं സൂക്ഷിച്ചു. कहना चाहता हूं, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, आयुब का पवित्रता उनका चारों तरफ एक बाड़ा बना. ആമേൻ. യോബിന്റെ വിശുദ്ധിയായിരുന്നു അവന്റെ വേലി. आयुब जब ഹല്ലേലൂയ. पवित्र होकर जिया, യോബ് വിശുദ്ധിയോടെ ജീവിച്ചപ്പോൾ oh, I can say that the glory of God was Amen, hallelujah, hallelujah. radiating from him, ആമേൻ, emanating ആമേൻ, from ആമേൻ. him. അവനിൽ നിന്ന് കർത്താവിന്റെ മഹത്വം അവനിൽ നിന്ന് അതിങ്ങനെ പ്രകടിച്ചു അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. शैतान उनको देख नहीं सकते. പിശാചിന് നോക്കുവാൻ സാധിക്കത്തില്ല. मैं वापस कहना चाहता हूं, ഞാൻ വീണ്ടും कोई പറയാൻ भी वरदान आपके ആഗ്രഹിക്കുന്നു, पास नहीं होगा, നിങ്ങളുടെ പക്കൽ ഒരു കൃപാവരങ്ങളും ഇല്ലെങ്കിലും लेकिन आप पवित्र है तो നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ परमेश्वर का जलाल आप में बढ़ते रहेगा, बढ़ते ദൈവത്തിന്റെ रहेगा, മഹത്വം അത് നിങ്ങൾ बढ़ते വർദ്ധിച്ചുകൊണ്ടിരിക്കും, रहेगा, अंश में बढ़ते रहेगा. വർദ്ധിച്ചുകൊണ്ടിരിക്കും. आपको शैतान देख नहीं पाएगा. പിശാച് നിങ്ങൾ നോക്കുവാൻ शैतान സാധിക്കത്തില്ല. कांपना शुरू करेगा. പിശാച് വിറയ്ക്കുവാൻ उनका തുടങ്ങും. आंखों छोटा हो जाएगा, അവന്റെ കണ്ണ് ചെറുതായി उसका आंखों പോകും. अंधेरा हो जाएगा. അവന്റെ കണ്ണിൽ ഇരുട്ട് വന്നു. हालेलुया. ഹല്ലേലൂയ. ആമേൻ. मैंने काफी जगह में देखा है. ഞാൻ പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. अंधकार का शक्तियां किसी के अंदर से प्रकट होते हैं ना. അന്ധകാര ശക്തികൾ വെളിപ്പെട്ട് വരുമ്പോൾ हालेलुया. अपने और देख नहीं सकते. നമ്മെ നോക്കത്തില്ല. वो आंखों में एकदम क्या करेगा? हालेलुया, जोर से बंद करेगा. കണ്ണ് മുറുക്കി അടച്ചു वो വെക്കും. कहे नहीं नहीं मैं आंख खोल नहीं पाएगा. ഞാൻ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് मैं പറയും. एक जगह में सर्वगाय करने के लिए गया. ഞാൻ ഒരിടത്ത് ശുശ്രൂഷിക്കാൻ കടന്നു ചെന്നു. हालेलुया. एक व्यक्ति के अंदर से दुष्ट आत्मा बाहर आया. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദുഷ്ടാത്മാവ് പുറത്തു വന്നു. हालेलुया. वो व्यक्ति किसी परमेश्वर का दास को देख नहीं सकते. ആ വ്യക്തി ഒരു ദേവദാസനെയും നോക്കുവാൻ സാധിക്കുന്നില്ല. हालेलुया. वो इतना डरते, आंखों ऐसे ऐसे एकदम क्या बोलते हैं, हालेलुया, एकदम खस के बंद करके रखा है. കണ്ണ് മുറുകെ അടച്ചു വെച്ചിരുന്നു. हम उनको एक बाइबल पढ़ने के लिए दिया. വചനം വായിക്കുവാൻ കൊടുത്തു. बहुत आंखों को बंद करके बैठे, बाइबल नहीं पढ़ सकते. കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന मैंने വചനം सोचा कि വായിക്കുന്നില്ല. बाइबल है इसलिए ഞാൻ ഓർത്തു ബൈബിൾ तो ആയതുകൊണ്ട് एक गाना का किताब दिया, ഒരു പാട്ടുപുസ്തകം गॉस्पेल കൊടുത്തു. सॉन्ग बुक, ഒരു वो भी पढ़ नहीं सकते. ഗോസ്പൽ സോങ് ബുക്ക് അതും വായിക്കുവാൻ उसके പറ്റിയില്ല. बाद में एक न्यूज़पेपर दिया, അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ आराम കൊടുത്തു. से बैठ के पढ़ा. അത് നന്നായിട്ടിരുന്ന് വായിച്ചു. हम एक्सपेरिमेंट किया. एक बात है, ഇത് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത ഒരു കാര്യമാണ്. बॉम्बे शहर में हुआ, സാക്ഷികളുണ്ട്. മുംബൈയിൽ अपना ही दूसरा कोई कलीसिया में हुआ. വേറൊരു സഭയിൽ മുംബൈ തന്നെ സംഭവിച്ചു ഈ കാര്യം. हालेलुया. क्या क्या समझ में है आपको? എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? शैतान आप हालेलुया कॉमेडी बुक पढ़ेगा, शैतान का कोई प्रॉब्लम नहीं है. നിങ്ങൾ കോമഡി ബുക്ക് വായിച്ചാൽ പിശാചിന് ഒരു കുഴപ്പമില്ല. शैतान आप न्यूज़पेपर जितना भी बैठ के पढ़ो कोई प्रॉब्लम നിങ്ങൾ नहीं है. എത്ര നേരം ന്യൂസ് പേപ്പർ വായിച്ചാലും പിശാചിന് आप न्यूज़ കുഴപ്പമില്ല. देखो, शैतान को कोई प्रॉब्लम नहीं നിങ്ങൾ है. ന്യൂസ് കണ്ടോ പിശാചിന് आप കുഴപ്പമില്ല. कॉमेडी शो देखो, शैतान को कोई प्रॉब्लम നിങ്ങൾ नहीं है. കോമഡി ഷോ കണ്ടോ പിശാചിന് लेकिन आप കുഴപ്പമില്ല. परमेश्वर का वचन से जुड़ा हुआ कुछ भी चीज आप देखेगा तो പക്ഷെ നിങ്ങൾ ദൈവവചനവുമായി സംബന്ധിച്ച നിങ്ങൾ എന്ത് കണ്ടാലും शैतान को तकलीफ होते हैं. പിശാചിന് പ്രശ്നമാ. जब आप पवित्रता से भरा हुआ व्यक्ति है, നിങ്ങൾ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ that holiness, ആ വിശുദ്ധി ये बाड़ा जैसे आपके चारों तरफ. നിങ്ങളുടെ നാല് ചുറ്റും ഒരു വേലിയായിരിക്കും. भजन संगीता 51 में സങ്കീർത്തനങ്ങൾ 51 मैंने कहा ഞാൻ പറഞ്ഞു पश्चाताप, सही पश्चाताप क्या है? ഒരു വാസ്തവമായ പശ്ചാത്താപം सही എന്താകുന്നു? पश्चाताप जब आते क्या करना है? ഒരു വാസ്തവമായ പശ്ചാത്താപം വന്നാൽ നാം എന്ത് और इसी ചെയ്യണം? भजन में ये भी बता के दिया है, ഈ സങ്കീർത്തനങ്ങൾ ഇതും the എഴുതിയിട്ടുണ്ട്. consequences of sin. पाप का परिणाम क्या है? एक व्यक्ति पाप करेगा तो उसका जीवन में उसका असर क्या क्या होने वाला है? പാപം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ पाप സംഭവിക്കും? बहुत बेकार चीज है, പാപം ഒത്തിരി മോശപ്പെട്ട സാധനമാകും. हालेलुया. ഹല്ലേലൂയ. मैं ये वचन क्यों दे रहे मालूम है? ഞാൻ എന്തുകൊണ്ട് ഈ വചനം പറയുന്നു? क्योंकि
we believe that a revival is happening in our church. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചർച്ചിൽ റിവൈവൽ സംഭവിക്കുന്നു. रिवाइवल का मतलब नहीं है क्योंकि देखो आपको हालेलुया क्या बोलते हैं, हालेलुया ऐसे कुछ बोल के क्या ना हालेलुया एकदम मोटिवेट करके आप उछल के कूद के नाच के जाएगा, वो रिवाइवल नहीं है. റിവൈവലിന്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ചാടി തുള്ളി ആരാധിച്ച് ഇങ്ങനെ പോകുന്നതല്ല. वस्त्र को नहीं दिल को फाटेगा. റിവൈവൽ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ കീറും. Revival is a Holy Spirit mover. റിവൈവൽ പരിശുദ്ധാത്മാവിന്റെ Revival is a Holy Spirit mover. റിവൈവൽ പരിശുദ്ധാത്മാവിന്റെ Wherever ചലനമാകുന്നു. Holy Spirit move, എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ചലിക്കുമോ there an impartation of holiness will happen. അവിടെയൊക്കെ വിശുദ്ധിയുടെ ഒരു ഇംപാർട്ടേഷൻ If സംഭവിക്കും. somewhere revival is happening, എവിടെയൊക്കെ റിവൈവൽ people are സംഭവിക്കുന്നു not experiencing true repentance, यदि लोग पश्चाताप अनुभव नहीं कर पा रहे, I doubt that revival. मैं उस रिवाइवल पर शक करता That हूँ. spirit is not the spirit of Bible. वो आत्मा बाइबल से संबंधित Because आत्मा नहीं है, Holy Spirit, क्योंकि पवित्र आत्मा पवित्र आत्मा के बारे में बाइबल में क्या कहा है? പരിശുദ്ധാത്മാവിനെ പറ്റി വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? जब पवित्र आत्मा आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ he will give you conviction. അവൻ നിങ്ങൾക്ക് അംഗീകാരം തരും. Conviction in the sense, hallelujah, നിങ്ങൾക്ക് പാപബോധം തരും. hallelujah. मतलब क्या है? पवित्र आत्मा जहां भी काम करते, പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ പ്രവർത്തിക്കുമോ वो आपके अंदर ऐसे एहसास देगा അവൻ क्या सही है क्या गलत है. നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവ് തരും, എന്താണ് ശരി हेलो, എന്താണ് തെറ്റ്. बाइबल में ये बात लिखा है. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, बाइबल में लिखा है पवित्र आत्मा जब आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ he will give you conviction about sins. നിങ്ങൾക്ക് പാപബോധം लिखा है क्या? ഉണ്ടാകും. लिखा है कि सब मैंने पढ़ा है. ആമേൻ. हैं? भले बुरे का भेद, कन्विक्शन. ठीक है ठीक है ठीक है. मैं और एक क्वेश्चन आपको पूछना चाहता हूँ. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Show me a scripture. ഒരു വചനം കാണിച്ചു തരിക. Show me a scripture where it is written. എവിടെ When ഇങ്ങനെ Holy Spirit എഴുതിയിരിക്കുന്നത്? comes upon you, you will speak in tongues. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ അന്യഭാഷ പറയും. एक स्क्रिप्चर मुझे दे दो. അങ്ങനെ ഒരു വാക്യം എനിക്ക് I കാണിച്ചു am തരിക. not against speaking in tongues. ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിനെതിരല്ല. पौलुस ने कहा वैसे मैं कहा सकता हूँ. പൗലോസ് പറഞ്ഞതുപോലെ ഞാനും പറയുവാൻ शायद ആഗ്രഹിക്കുന്നു. आप में से काफी लोगों से अधिक, मैं कहा नहीं आप में से सबसे अधिक, काफी लोगों से अधिक मैं अन्य भाषा में बात करने वाला व्यक्ति है. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരിലും ഉപരിയായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. मैं कभी गाड़ी चलाते तभी भी अन्य भाषा बोलने वाला. അന്യഭാഷ So വണ്ടി do not think ഓടിക്കുമ്പോഴും that pastor is അന്യഭാഷ. against speaking in tongues. No. അതുകൊണ്ട് ചിന്തിക്കരുത് പാസ്റ്റർ അന്യഭാഷയ്ക്ക് എതിരാണെന്ന് मैं इस ചിന്തിക്കരുത്. चीज का विरोध करके बात कर रहा हूँ. ഞാൻ ഇതിന് വിരോധമായി We സംസാരിക്കുന്നു. restrict Holy Spirit just अन्य भाषा. हम पवित्र आत्मा को सिर्फ अन्य भाषा में सीमित कर नहीं, देते हैं. पवित्र आत्मा जब आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ सिर्फ വന്നു अन्य കഴിഞ്ഞാൽ भाषा नहीं है, अन्य ഭാഷ और भी മാത്രമല്ല, काफी काम आपके ऊपर होना जरूरी है. അനേക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. उसमें से एक भाग है അതിൽ ഒരു ഭാഗമാണ് धन्यवाद यीशु पापों के बारे में, बुरे भले बातों के बारे में बहुत बड़े कन्विक्शन. പാപബോധം, നല്ലതും തീയതിനെയും പറ്റിയിട്ടുള്ള തിരിച്ചറിവ്. हालेलुया. ഹല്ലേലൂയ. इसलिए मैं इधर पाप का विरुद्ध में बात कर रहा हूँ. അതുകൊണ്ടാണ് ഞാനിവിടെ പാപത്തിന് വിരോധമായി സംസാരിക്കുന്നത്. पेंसिकोला रिवाइवल के बारे में पिछले हफ्ते मैंने कहा. പെൻസിക്കുലർ റിവൈവലിനെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. पेंसिकोला रिवाइवल के लिए प्रभु ने उपयोग किया परमेश्वर का दास है ब्रदर स्टीव हिल. പെൻസിക്കുലർ റിവൈവലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബ്രദർ സ്റ്റീവ് ഹിൽ. उनके साथ में एक बार एक इंटरव्यू हो रहा था. ആ വ്യക്തിയുമായി ഒരിക്കലും ഒരു ഇന്റർവ്യൂ നടന്നു. इंटरव्यू लिया व्यक्ति उनको पूछा, ആ ഇന്റർവ്യൂ നടന്ന വ്യക്തി പ്രകാരം ചോദിച്ചു, अपना कलीसियों में रिवाइवल होने के लिए हमें क्या करना है? നമ്മുടെ സഭകളിൽ റിവൈവൽ സംഭവിക്കുവാൻ എന്ത് ചെയ്യണം? He turned to the TV camera TV ക്യാമറയിലേക്ക് തിരിഞ്ഞു. और उन्होंने कहा, എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, youngsters, नौजवानों, go to your pastor आप आपके पास्टर के and पास ask him जाओ to preach against sin. और उनके पास जाकर ऐसा कहो कि पाप के विरोध में प्रचार करो. Hello? Hallelujah. Are you listening me? क्या आप मुझे सुन रहे Wherever हो? a pastor he stand and preach against sin, जब एक पास्टर खड़ा होकर पाप के विरोध में प्रचार करता है, वो भी दो तरह का preaching हो सकते हैं. രണ്ട് തരത്തിലുള്ള एक പ്രസംഗമുണ്ട്. pastor पाप का विरुद्ध में बात कर सकते हैं. ഒരു പാസ്റ്റർ പാപത്തിന് വിരോധമായി സംസാരിക്കാൻ സാധിക്കും. From his flesh.
ജഡത്തിൽ നിന്ന്, from his super ego, നമ്മുടെ ഈഗോയിൽ നിന്ന്, from his like जो सोचते हैं मैं बहुत बड़ा होली है, ये लोग सब पापी है. ഞാൻ വലിയ വിശുദ്ധനാണ്, അവരെല്ലാം പാപിയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന്, it's from his dogma, it's from his doctrine, it's from his flesh. Hallelujah. അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല, അതൊരു വെറും ഡോക്ട്രിൻ മാത്രമാണ്, അത് ജഡികത്തിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമാണ്. നിങ്ങൾ രുചിക്കരുത് തുടരുത് എന്ന് ജഡത്തിന്റെ നിയമം മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രസംഗം നടക്കുമ്പോൾ പാസ്റ്ററിന്റെ ജഡം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജഡം എന്ത് ചെയ്യും? നിങ്ങൾ അതിനെ എതിർക്കുവാൻ തുടങ്ങും. നിങ്ങൾ ജഡം എന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ ആരായിരിക്കും പറഞ്ഞു കൊടുത്തത്? നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പ് ഉണ്ടാകാൻ തുടങ്ങും. ജഡവും തമ്മിൽ ഒരു യുദ്ധം നടക്കും. That is happening in number of churches. അതാണ് പല സഭകളിലും നടക്കുന്നത്. പക്ഷേ when a pastor start to preach against sin, പക്ഷേ ഒരു പാസ്റ്റർ പാപത്തിന് വിരോധമായി സംസാരിച്ചു തുടങ്ങിയാൽ ജഡത്തിൽ നിന്നല്ല, but from his spirit, പക്ഷേ പരിശുദ്ധാത്മാവിൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയാൽ, ദൈവാത്മാവിന്റെ നിയോഗം അനുസരിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ, hallelujah, his flesh, അവൻ ജഡത്തിൽ നിന്നല്ല പിന്നെ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ സംസാരിച്ചു തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ ചലനം നടന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവിടെ നിലവിളിച്ച് കരയുവാൻ തുടങ്ങും. കാരണം ആത്മാവിനെ തൊടും. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനങ്ങളെയും തൊടുമാറാകട്ടെ. पवित्र आत्मा हर एक व्यक्ति को छूने दे. जिस कमरे में बैठ के आप देख रहे हैं, जिस कमरे में बैठ के आप देख रहे हैं, നിങ്ങൾ എവിടെ ഇരുന്നാണോ ഞങ്ങളെ വാച്ച് ചെയ്യുന്നത്, पवित्र आत्मा आपको छूने दीजिए. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കട്ടെ. repentance के ओर, വലിയൊരു പശ്ചാത്താപത്തിലേക്ക്, पश्चाताप की ओर, ഒരു പശ്ചാത്താപത്തിന്റെ आपको लेके जाने दीजिए. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കട്ടെ. स्टीव हिल ने कहा, സ്റ്റീവ് ഹിൽ പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്ററോട് പാപത്തിനെതിരെ സംസാരിക്കുവാൻ പറയുക. റീനി ഡിലോറിയ പുസ്തകം ലിഖാ. റീനി ഡിലോറിയ ഒരു പുസ്തകം, റീനി ഡിലോറിയ ഒരു പുസ്തകം എഴുതി. പോർട്ടൽ ഇൻ പെൻസക്കോള, പോർട്ടൽ ഇൻ പെൻസക്കോള. उस पुस्तक में ആ പുസ്തകത്തിൽ ऐसा एक सवाल था. ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. लोग आके इनको पूछा, रीनी को पूछा. ലോകം വന്ന് റീനിയോട് ചോദിച്ചു. बाद में रीनी उस जो कलीसिया का मीडिया में काम करते था. റീനി ആ കലീസ് ചർച്ചിന്റെ മീഡിയയിൽ വർക്ക് ചെയ്യും. After few years, she become the media team person, like उनके पब्लिकेशन डिपार्टमेंट में she was the head. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ചർച്ചിലെ മീഡിയ ടീമിൽ പബ്ലിക്കേഷൻ ടീം മെമ്പറായി മാറി. Came to Rini and they asked, ജനം റീനിയോട് വന്ന് ഇപ്രകാരം ചോദിച്ചു, why God is using this church? ദൈവം എന്തുകൊണ്ട് ഈ സഭയെ ഉപയോഗിക്കുന്നു? Why God is using Pastor John Kilpatrick? ദൈവം എന്തുകൊണ്ട് പാസ്റ്റർ ജോൺ കിൽപാട്രിക്കിനെ ഉപയോഗിക്കുന്നു? मैंने last Sunday कहा था ना, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, 10 बजे का आराधना अटेंड करने के लिए 10 മണിക്ക് ആരാധന അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി सुबह 4 बजे लोग आके क्यू में खड़ा है. രാവിലെ 4 മണിക്ക് വ്യക്തികൾ വന്ന് ക്യൂവിൽ നിൽക്കുന്നു. अपना केरला में कहते हैं मावेली स्टोर का क्यू. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മാവേലി സ്റ്റോർ. बॉम्बे में कहना पड़ेगा तत्काल टिकट लेने का क्यू. മുംബൈ അനുസരിച്ച് പറഞ്ഞാൽ തത്കാൽ ടിക്കറ്റിന്റെ ക്യൂ. पहले ही जाके खड़ा है. ഒരു ദിവസം മുന്നമേ പോയി നിൽക്കുന്നു. में अंदर आके बैठने के लिए, ചർച്ചിന്റെ ഉള്ളിൽ കടന്നു വരുവാൻ വേണ്ടി. റീനി ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 10 എന്ന് കറക്റ്റ് ഷാർപ്പ് 10 o'clock ലോക ജനങ്ങൾ ഓടി അകത്തേക്ക് വരും, ഫ്രണ്ട് സീറ്റ് പിടിക്കുവാൻ വേണ്ടി. हालेलुया, धन्यवाद यीशु. ऐसा रिवाइवल हो गया जगह. 6 साल कंटिन्यूअस मीटिंग, 6 साल कंटिन्यूअस मीटिंग, 6 വർഷം നിരന്തരമായി മീറ്റിംഗ്സ്. धन्यवाद यीशु. हालेलुया. मैं जो कंटिन्यूअस मीटिंग रखना चाहते हैं, ഞാൻ കണ്ടിന്യൂസ് മീറ്റിംഗ് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. लेकिन अपने पास खुद का जगह नहीं है, दैट्स अ प्रॉब्लम. പക്ഷേ നമുക്ക് സ്വന്തമായി ഒരു സ്ഥലമില്ലാത്തത്. एक हफ्ते पहले प्रभु को कहा, प्रभु जगह दे दो, हम कंटिन्यूअस मीटिंग रखेंगे. ഞാൻ ഒരാഴ്ച പറഞ്ഞു, കർത്താവേ സ്ഥലം തരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് हम रखेगा प्रभु, നാം വെക്കും കർത്താവേ, अगर जगह देगा तो. സ്ഥലം തന്നാൽ. हालेलुया. वो लोधा का ऑडिटोरियम में मैं बैठा था, तभी मैंने कहा प्रभु जगह दे दो.
हम भी कुछ करेगा। हालेलुया। ആമേൻ. ലോധ ഓഡിറ്റോറിയം എന്നപ്പോൾ दिन കർത്താവ് रात നമുക്കും रखेगा, സ്ഥലം ऑल തരണം. नाइट प्रेयर रखेगा। ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. धन्यवाद यीशु। शैतान ये सुन के क्या कहेगा मालूम है? പിശാച് ഇത് കേട്ട് എന്ത് പറയും? जगह देना नहीं है। സ്ഥലം കൊടുക്കരുത്. जगह देगा तो स्थलम हार्वेस्ट കൊടുത്തു मिशन कलीसिया കഴിഞ്ഞാൽ को हालेलुया रोक नहीं पाएगा, आमेन। पकड़ के रख नहीं पाएगा। സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹാർവെസ്റ്റ് ലാൻഡ് മിഷൻ ചർച്ചിനെ പിടിച്ച് शैतान संपत्तिला। इनको जगह नहीं है, फिर भी ये लोग कितना काम कर रहे हैं। अगर जगह मिलेगा तो ये लोग क्या क्या करेगा? പിശാച് പറയും സ്ഥലം ഇല്ലാതെ നിന്നിട്ട് അവർ ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവർ Satan, listen me. ആമേൻ. शैतान listen me. शैतान तू मुझे सुन ले. हालेलुया। धरती और उसका परिपूर्णता मेरा यीशु का है। ആമേൻ. ഈ ലോകത്തിന്റെ സകല പരിപൂർണതയും എന്റെ കർത്താവിന്റേതാകുന്നു. तू देने का जरूरत नहीं है, നിനക്ക് തരേണ്ട ആവശ്യമില്ല. ये सब परमेश्वर का है। ഇത് എല്ലാം എന്റെ ദൈവത്തിന്റേതാകുന്നു. धरती और उसका संपूर्णता परिपूर्णता। ലോകവും അതിന്റെ പരിപൂർണതയും. लास्ट संडे मैंने कहा था इस बात को, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഈ കാര്യം. इसलिए क्या उस परमेश्वर का बच्चों के लिए बैठ के आराधना करने के लिए एक टुकड़ा जगह मीरा रोड में नहीं है क्या? ദൈവമക്കൾക്ക് ഇരുന്ന് ആരാധിക്കുവാൻ മീര റോഡിൽ ഒരു സ്ഥലം ഇല്ലയോ? है ना? ഉണ്ട്, है ना? ഉണ്ട്. जो नहीं देगा बोलने वाला शैतान से लट के हमें ആമേൻ. पाना पड़ेगा। തരത്തില്ല എന്ന് പറയുന്ന പിശാചിനോട് യുദ്ധം ചെയ്ത് നാം പ്രാപിക്കണം. हमें लड़ना पड़ेगा इसलिए। നാം യുദ്ധം ചെയ്യണം ഈ ദിവസങ്ങളിൽ. आत्मा में लड़ना पड़ेगा। ആത്മാവിൽ യുദ്ധം अधिकार के ചെയ്യണം. साथ में लड़ना पड़ेगा। അധികാരത്തോടെ യുദ്ധം शैतान का ചെയ്യണം. गढ़ों गिरने के लिए लड़ना पड़ेगा। പിശാചിന്റെ ഘടകങ്ങൾ कैसे വീഴുവാൻ ये യുദ്ധം होकर दीवारों ചെയ്യണം. गिरा वैसे यीशु नासरी के नाम है। എരിഹോ മതിൽ വീണതുപോലെ യേശുവിന്റെ जुल्फा लामा നാമത്തിൽ. शखना रमदने। റബശബൽ ഖമനം ശതുന हालेलुया। റീബവറബ धन्यवाद ശതുന. यीशु। रीनी के पास लोग आके पूछा, റീനിയുടെ അടുത്ത് ജനം വന്ന് ചോദിച്ചു, why God is using your pastor? आपके पास्टर को परमेश्वर क्यों इस्तेमाल कर रीनी का रहा है? आंसर उन्होंने उस पुस्तक में लिखा, റീനി ആൻസർ ഇങ്ങനെ എഴുതി, he never compromised with the word of God. ആമേൻ. ഒരിക്കലും ദൈവവചനവുമായി കോംപ്രമൈസ് ചെയ്തില്ല. Holiness. ആമേൻ. പവിത്രത, Holiness. പവിത്രത. Preaching against sin in spirit. पाप Hallelujah. के विरोध में आत्मा में प्रचार करना. हलमा शिखा नातल फमशल खमाना। छोटे छोटे बच्चों रोना शुरू करेगा। കുഞ്ഞു കുഞ്ഞുങ്ങൾ കരയുവാൻ തുടങ്ങി. 3 साल का, 4 साल का, 5 साल का, 10 साल का बच्चों फूट फूट के रोना शुरू करेगा। 3 വയസ്സ് 4 വയസ്സ് 10 വയസ്സുള്ള वो कहेगा, കുഞ്ഞുങ്ങൾ मैं पापी കരയാൻ हूँ। തുടങ്ങി. അവർ പറയും ഞാൻ बच्चा, പാപിയായ. तूने कौन सा नंबर पाप किया है? ഞാൻ ഏത് നമ്പർ പാപമാണ് ചെയ്തത്? तूने कौन सा नंबर पाप किया है? നീ ഏത് നമ്പർ बच्चा പാപമാണ് ने लिस्ट ചെയ്തത്? में है वैसे कोई पाप नहीं किया। ലിസ്റ്റിലുള്ള ഒരു പാവമല്ല ആ लेकिन കുഞ്ഞ് पवित्र ചെയ്തത്. आत्मा अंदर आया। പക്ഷെ यशायाह പരിശുദ്ധാത്മാവിൽ रोने വന്നു. वैसे रोना शुरू किया। യേശയ്യാവ് കരയുന്നതുപോലെ ओ, इस കരയുവാൻ पवित्र തുടങ്ങി. परमेश्वर का हुजूरी में मैं कैसे खड़ा रह पाएगा? ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എങ്ങനെ നിൽക്കും? हलमा लमा शखना। जो स्वर्गदूतों 2 पंखों से चेहरों को ढाकर। സ്വർഗ്ഗദൂതന്മാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി. अगले आयत में क्या लिखा है मालूम है? അടുത്ത വാക്യത്തിൽ എന്തിരിക്കുന്നു? 2 ചിറക് കൊണ്ട് शरीर को ढाकर। ശരീരം മൂടി. चेप शरीर शरीर हाल 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി. ഹൽ എന്ന് പറഞ്ഞ ദേഹം മൂടി എന്ന അർത്ഥം. 2 കൊണ്ട് കാൽ മൂടി. पूरा शरीर മുഴുവൻ മൂടി. प्रभु को उपस्थिति में खड़ा नहीं कर सकते, उतना पवित्र परमेश्वर. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോലും സാധിക്കാത്ത അത്ര പരിശുദ്ധനായ ദൈവം से उठ के आराधना कर रहे हैं. 2 ചിറക് കൊണ്ട് പറന്ന് ആരാധിക്കുന്നു. परमेश्वर का बच्चा, आपको भी उठ के आराधना करना है. ദൈവമക്കളെ നിങ്ങളും പറന്ന് ആരാധിക്കണം. जो स्वर्गदूतों देखने के लिए हिम्मत नहीं है, वैसे परमेश्वर को, സ്വർഗ്ഗദൂതന്മാർക്ക് പോലും നോക്കുവാൻ സാധിക്കാത്ത उसका പരിശുദ്ധനായ जलाल को, ദൈവത്തെ, അവന്റെ വിശുദ്ധിയെ, उस भवन को भरा हुआ परमेश्वर का जलाल को, ദൈവത്തിന്റെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന उसका ആ വിശുദ്ധിയെ, उसका ग्लोरी जब एशिया देखा, അവന്റെ മഹത്വം യേശയ്യാവ് യേശയ്യാ കണ്ടപ്പോൾ യേശയ്യാവ് जो കണ്ടു. स्वर्गदूतों भी नहीं देख सकते वैसे ग्लोरी एशिया देखा. സ്വർഗ്ഗദൂതന്മാർക്ക് പോലും കാണുവാൻ സാധിക്കാത്ത മഹത്വം യേശയ്യാവ് കണ്ടു. एशिया रोना शुरू किया. യേശയ്യാവ് കരയുവാൻ एशिया തുടങ്ങി. कह रहे हो मैं हालेलुया अपवित्र इंसान हूँ. യേശയ്യാവ് പറഞ്ഞു ഞാൻ വിശുദ്ധി ഇല്ലാത്ത ഒരു आज മനുഷ്യനാകുന്നു. सुबह हमें उस परमेश्वर का पवित्रता को जरा महसूस करना है. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിന്റെ വിശുദ്ധിയെ നമുക്ക് कैसे തിരിച്ചറിയാം. महसूस करेगा परमेश्वर का എങ്ങനെ നാം पवित्रता को? അനുഭവിച്ചറിയും? जब पवित्र आत्मा आपके अंदर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, पवित्र आत्मा आपके अंदर आएगा,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു you will കഴിഞ്ഞാൽ start to feel the holiness of God. നിങ്ങൾ കർത്താവിന്റെ വിശുദ്ധിയെ തിരിച്ചറിയാൻ क्या आपने തുടങ്ങും. इसे अनुभव किया है? നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? That is called real revival. അതാണ് വാസ്തവമായ पूरा റിവൈവൽ. पाप को देख के भागना शुरू करेगा. പാപത്തെ കണ്ടിട്ട് ഓടുവാൻ തുടങ്ങും. कोई आपको जबरदस्ती करने का जरूरत नहीं. ആരും നിങ്ങൾ നിർബന്ധിക്കേണ്ട कोई ആവശ്യമില്ല. आपको बोलना नहीं है ब्रदर वो पाप है मत करो. നിങ്ങളോട് ആരും പറയേണ്ട ആവശ്യമില്ല, അത് പാപമാണ്, അത് पवित्र ചെയ്യരുത്. आत्मा आपका अंदर ही अंदर कहेगा भागो ब्रदर. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കും, ഓടുക. आमेन आमेन आमेन. ഖറബശബൽ ഖമനം. जब तक पवित्र आत्मा काम नहीं करेगा, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ല हम എങ്കിൽ शरीर में कोशिश करेगा. നാം ജഡത്തിൽ ശ്രമിക്കും. आत्मिक जीवन अपने लिए बहुत भारी पड़ेगा. ആത്മീയപരമായി നമുക്ക് ഒത്തിരി हम बहुत ഭാരം थक തോന്നും, നാം जाएगा. തളർന്നു ओ പോകും. ब्रदर क्या हो गया? എന്ത് പറ്റി पास्टर जी സഹോദര? पाप से लट के मैं थक गया പാസ്റ്റർ, बोलेगा. ഞാൻ പാപത്തോട് യുദ്ധം ചെയ്ത് क्यों ചെയ്ത് थक गया भाई ക്ഷീണിച്ചു പോയി. आपने? എന്തുകൊണ്ട് നീ क्योंकि ക്ഷീണിച്ചു आपका പോയി? फ्लश में आप लड़ रहे हैं. നിങ്ങൾ ജഡത്തിൽ യുദ്ധം आपका फ्लश ചെയ്യുന്നു. को पावर नहीं है पाप के ऊपर जीत पाने का. കാരണം നിങ്ങൾ ജഡത്തിന് ആ ശക്തി ഇല്ല നിങ്ങൾ आपका പാപത്തിന് फ्लश മേൽ आदमिक ജയിക്കുവാൻ. है. നിങ്ങളുടെ ജഡം ആദമിക് അത് ആദമിക് ജഡമാണ്. ആദമിന്റെ ശരീരമാണ് കേട്ടോ. आदम का ഗ്ലോറി शरीर है वो, നഷ്ടപ്പെട്ട ശരീരമാണ്. महिमा नष्ट ഇതിന് हुआ പാപത്തെ शरीर है ജയിക്കാൻ वो, പറ്റത്തില്ല. उससे पाप को जीत नहीं Believe प्राप्त कर me, सकते. your विश्वास flesh करें, cannot overcome sin. आपका शरीर आप पाप से जय नहीं प्राप्त कर सकते. क्योंकि फ्लश हमेशा पाप का साइड में जाते हैं. കാരണം ശരീരം ആ ജഡം എപ്പോഴും പാപത്തിലേക്ക് That's what ആകർഷിക്കപ്പെടുന്നു. Romans chapter 7 says. അതാണ് റോമർ 7 It's our പറയുന്നത്. weakness. അത് നമ്മുടെ It's സാക്ഷ്യമാണ്, our failure. അത് നമ്മുടെ തോൽവിയാണ്. Hallelujah. शामल ताल अलाम शल्कमना. लेकिन पवित्र आत्मा अंदर आएगा. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ पवित्रता, വിശുദ്ധി, पाप को घृणा करने वाला स्वभाव है. പാപത്തിനെ വെറുക്കുന്ന ഒരു पाप से സ്വഭാവം, दूर भागने वाला स्वभाव. പാപത്തിന് ദൂരെ ഓടുന്ന ഒരു സ്വഭാവം. Consequences of sin. मैं क्या कह रहे? പാപ का परिणाम 51 Psalm 51 51 സങ്കീർത്തനം उधर लिखा है. അവിടെ എഴുതിയിരിക്കുന്നു. नंबर 1, ഒന്നാമത് उनके अंदर से जो पवित्र आत्मा उनको नष्ट हो गया. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി. नंबर 2, രണ്ടാമത് he lost the joy of his salvation. उद्धार का आनंद नष्ट कर दिया. लिखा है मेरा അവിടെ नष्ट हो गया എഴുതിയിരിക്കുന്നു, उद्धार का आनंद को वापस दे दो. രക്ഷയുടെ ആനന്ദം എനിക്ക് മടക്കി തരുമാറാകണമേ. और ऐसे ऐसे काफी बातें हम देख सकते हैं. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് उनमें से അവിടെ കാണാം. सबसे इम्पोर्टेंट बात ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു लास्ट കാര്യം, में दाऊद ने एक सेंटेंस में प्रार्थना की. അവസാനം ഒറ്റ വാക്കിൽ ദാവീദ് क्या प्रार्थना പ്രാർത്ഥിച്ചു. किया मालूम है? എന്താ പ്രാർത്ഥിച്ചത്? प्रभु यरूशलेम का दीवारों को बनाओ. കർത്താവേ യെരൂശലേമിലെ മതിലുകളെ इसका പണിയുമാറാകണമേ. इसका അതിന്റെ मतलब അർത്ഥം क्या है? എന്തുവാ? प्रभु यरूशलेम का दीवारों को बनाओ. യെരൂശലേമിന്റെ മതിലുകളെ इसका പണിയുമാറാകണമേ. मतलब दाऊद को जानते हैं. അതിന്റെ അർത്ഥം ദാവീദിന് जब അറിയാം. उन्होंने पाप किया പാപം ചെയ്തപ്പോൾ यरूशलेम का दीवारों में छेद गिरा. യെരൂശലേമിന്റെ മതിലുകളിൽ വിള്ളൽ സംഭവിച്ചു. यरूशलेम का दीवारों में छेद गिरा. യെരൂശലേമിന്റെ മതിലുകൾ When വിള്ളൽ you സംഭവിച്ചു. sin, जब तुम जब आप पाप पाप करोगे, करेगा, that will bring breaches in your hallelujah protection in your wall. वो Hallelujah. आपके सुरक्षित दीवारों में छेद लेकर आएगा. जब तक आयु पाप से दूर भागते, പാപത്തിന് ദൂരെ ഓടുന്ന ആ സമയം വരെ ദീവാറും बहुत യോബിന്റെ strong है ജീവിതത്തിൽ ആ വേലി വളരെ സ്ട്രോങ് मैं ആണ്. थोड़ा twisted बोल रहा हूं, मुझे जान दे. ഞാൻ ചില ട്വിസ്റ്റായിട്ട് പറഞ്ഞ എനിക്കറിയാം, आपको समझ आने के लिए जरूरी है. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി തരണം എന്നുള്ളതാണ്. चारों तरफ की पवित्रता का दीवार होना जरूरी है. നിങ്ങളുടെ നാല് ചുറ്റും വിശുദ്ധിയുള്ള ഒരു മതിൽ आपका चारों ഉണ്ടായിരിക്കണം. तरफ प्रभु का जलाल होने का जरूरत है. നിങ്ങളുടെ നാല് ചുറ്റും കർത്താവിന്റെ अगर മഹത്വം आप ഉണ്ടായിരിക്കണം. पवित्र है तो നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെങ്കിൽ आप में से और ग्लोरी बाहर आएगा. നിങ്ങളിൽ നിന്ന് മഹത്വം വെളിപ്പെടും. दुनिया देखेगा नहीं, ലോകം लेकिन കാണത്തില്ലായിരിക്കാം, शैतान आपको देख के डरना शुरू പക്ഷെ करेगा. പിശാച് നിങ്ങളെ കാണുമ്പോൾ उसका आंख को പേടിക്കുവാൻ कस के തുടങ്ങും. बांध के कहेगा, അവൻ കണ്ണിനെ ओ മുറുകെ അടച്ചുകൊണ്ട് इनके और പറയും, में देख नहीं सकते. എനിക്ക് ആ വ്യക്തിനെ നോക്കുവാൻ സാധിക്കുന്നില്ല. सवाल പ്രശ്നം, क्या शैतान പിശാച് आपका नाम बताओ तो फिन्नी के ऊपर नजर रखा. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാട്ടെ, ഏഞ്ചലിന്റെ മുകളിൽ പിശാചെ നീ ദൃഷ്ടി വെച്ചോ. मैं थोड़ा ट्विस्टेड कहना चाहता ഞാൻ हूँ. കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് പറയാൻ ശൈത്താൻ ആഗ്രഹിക്കുന്നു. കഹേഗാ, പിശാച് പറയും, कैसे देख सकते हैं? അതെങ്ങനെ ഞാൻ നോക്കും? वो पूरा जलाल से भरा है. അവൻ മൊത്തം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Oh my God. ആമേൻ, Hallelujah. hallelujah. कैसे देख सकते हैं? ഞാൻ എങ്ങനെ നോക്കും? अल्मा शखमना रामशल खमना हालेलुया. तो पवित्रता से भरा है. അവൻ വിശുദ്ധി കൊണ്ട് उसमें कोई നിറഞ്ഞിരിക്കുന്നു. पाप का दाग नहीं दिख रहे. അവന്റെ ഉള്ള ഒരു പാപത്തിന്റെ അല്പം പോലും കറ പോലും उसके ഇല്ല. जलाल को कम करने वाला कुछ चीज
ग्लोरीज उसके अंदर नहीं है. അവന്റെ മഹത്വത്തെ കെടുത്തുന്ന ഒന്നും അവന്റെ ഉള്ളിൽ ഇല്ല. Every day उसका ग्लोरी इंक्रीज हो रहे. हर दिन उसकी महिमा बढ़ती जा रही है. यीशु से जो ग्लोरी उनके ऊपर every day हर दिन वो बढ़ते रहते हैं. യേശു കർത്താവിൽ നിന്ന് മഹത്വം എന്നും അവന്റെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. हालेलुया. लाइट प्रतिबिंबित होते वैसे उनके ऊपर से ग्लोरी प्रतिबिंबित हो रहे. അവന്റെ ഉള്ളിൽ നിന്ന് മഹത്വം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. हेलो. हालेलुया. आपने सुना? നിങ്ങൾ കേട്ടോ? नया एक सिस्टम आ रही. ഒരു പുതിയ സിസ്റ്റം കടന്നു വരുന്നു. रात को भी आप पेमेंट करेगा तो രാത്രി നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ सूरज का उजाला आपका जगह में आपका गांव में पहुंचा देगा. സൂരജിന്റെ വെളിച്ചം നിങ്ങളുടെ ദേശത്തെത്തിക്കും. लोग इतना पागल बन गया साइंस में, कुछ भी करने के लिए कोशिश कर रहे हैं. आमेन. आमेन. हालेलुया. सच बोल रहा हूं मैं इसे काफी साल पहले जब मैं काम करता था तब एक बंदा मेरे पास आके पूछा, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നോട് വന്ന് ചോദിച്ചു, ऐसे कोई सॉफ्टवेयर बना सकते हैं क्या? ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? हालेलुया. जब डिजाइनिंग करने का समय में ഡിസൈനിങ് ചെയ്യുന്ന हर സമയത്ത് कलर के लिए पेमेंट देना है. എല്ലാ കളറിനും പൈസ കൊടുക്കണം. पेमेंट दिया तो ही हमें वो कलर यूज कर सकते हैं. പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ആ കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. बंदा बहुत कहना शाना है क्योंकि उनको पैसा कमाने का नया रास्ता सीखना चाहिए. ഞാൻ പൈസ ഏൺ ചെയ്യാനുള്ള പുതിയ തരീക്ക കണ്ടുപിടിക്കുക. लोग है ना नए नए तरीका बना रहे पैसा कमाने के. പുതിയ പുതിയ രീതികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പൈസ ഉണ്ടാക്കണം. ऐसे एकदम क्या प्रूव हो गया. ऐसे टेस्ट करके एक्सपेरिमेंट करके ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് ഇത് പ്രൂവ് ചെയ്തു. हालेलुया. परीक्षित തെളിയിച്ചു. उन्होंने टेस्ट करके उसको स्थापित कर दिया. क्या करेगा? എന്ത് ചെയ്യും? सूरज का प्रकाश को रात को भी अपना गांव में लाएगा. ആമേൻ. സൂര്യന്റെ പ്രകാശത്തെ രാത്രിയും നമ്മുടെ ദേശത്ത് अभी കൊണ്ടുവരാൻ फॉर സാധിക്കും. एग्जांपल एक गांव में ഒരു ഗ്രാമത്തിൽ कुछ फंक्शन हो रहे ഒരു ഫംഗ്ഷൻ നടക്കുക. तो हमें रात को भी लाइट चाहिए. രാത്രി നമുക്ക് വെളിച്ചം വേണം. इस कंपनी को पेमेंट देना है. ഈ കമ്പനിക്ക് പൈസ കൊടുത്താൽ They will bring their light. അവർ വെളിച്ചം കൊണ്ടുവരും. उसके लिए वो लोग क्या करते हैं मालूम है? അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? उसके लिए वो लोग അതിനുവേണ്ടി सैटेलाइट के ऊपर ऐसा दर्पण फिट करने वाला है. സാറ്റലൈറ്റിന്റെ മേലിൽ ഒരു കണ്ണാടി വെക്കും. मेरा याद करते तो 10 मीटर बड़ा दर्पण. 10 മീറ്റർ വലിപ്പമുള്ള ഒരു तो കണ്ണാടി. सैटेलाइट से उस भाग में जो सूरज है उसका लाइट को कौन सा गांव में चाहिए उस गांव के और इस दर्पण को क्या करेगा? ट्रेन करेगा. ഏത് ഗ്രാമത്തിലാണ് വെളിച്ചം വേണ്ടത് ആ ഗ്രാമത്തിലേക്ക് ഈ കണ്ണാടി അത് വളച്ചുവിടും. कैसे दिमाग लगाते हैं. എന്തോ ഒരു ബുദ്ധിയാ. लेकिन पेमेंट देना पड़ेगा. പക്ഷെ നാം പൈസ കൊടുക്കണം. धन्यवाद यीशु. പ്രൈസ് ലോർഡ്. बहुत बड़ा एडवांस होने वाला है ये बात है ना. साइंस का बहुत बड़ा एडवांसमेंट होने वाला है. സയൻസിന്റെ ഈ ഒരു കാര്യം വളരെ അഡ്വാൻസ് ആകാൻ तो പോകുന്നു. प्रकाश कैसे प्रतिबिंबित होने वाला है? ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലെക്റ്റ് ആകാൻ പോകുന്നത്? ऑलरेडी चांद उधर है. അവിടെ ചന്ദ്രൻ അവിടെ ഉണ്ട്. चांद से भी थोड़ा बहुत प्रकाश रिफ्लेक्ट हो रहे हैं. ചന്ദ്രനിൽ നിന്ന് കുറച്ച് വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. और रात को हम कहना जो हालेलुया नूर दिखते हैं हमें वो क्या है? रात्रि रात्रि का नीलाव नूर. രാത്രി കാണുന്ന നിലാവ് नूर दिखते वो क्या है? ആ നിലാവ് वो എന്താകുന്നു? चांद से प्रतिबिंबित होने वाला सूरज का प्रकाश है. അത് സണ്ണിൽ നിന്ന് റിഫ്ലെക്റ്റ് ആകുന്നത് മൂന്നിലൂടെ റിഫ്ലെക്റ്റ് ആകുന്ന लेकिन വെളിച്ചമാകുന്നു. बहुत हल्का सा प्रकाश आ रहे. പക്ഷെ അതിന്റെ വെളിച്ചം കുറവാകുന്നു. उसका कारण क्या है? അതിന്റെ കാരണം എന്താ? चांद का सरफेस മൂണിന്റെ സർഫസ് ऊपरी तल അതിന്റെ बहुत रफ है. സർക്കംഫറൻസ് റഫ് ആകുന്നു. चांद का ऊपरी भाग है बहुत क्या है? कैसे है? रफ सरफेस है. മൂൺ का जो ऊपर का भाग है वो रफ. इसलिए लाइट उतना प्रतिबिंबित होने वाला नहीं है. അതുകൊണ്ട് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അത്രയ്ക്ക് സംഭവിക്കത്തില്ല. समझ में आ रहे हैं ना? മനസ്സിലാകുന്നുണ്ടോ? हालेलुया. हालेलुया. लाइट के बारे में बहुत साइंस है मेरा भाई. ലൈറ്റിനെ പറ്റി ഒരുപാട് സയൻസ് ഉണ്ട്. ये जो दीवार क्यों में लो दिखते हैं? ഇതെന്തുകൊണ്ട് മഞ്ഞ കാണുന്നു? Some scientists from the church. ये दीवार क्यों में लो दिखते हैं? वो क्यों सफेद नहीं दिख रहे? ഈ വാൾ എന്തുകൊണ്ടാണ് മഞ്ഞായി കാണുന്നത്? बहुत सिंपल. ये दीवार ഈ വാൾ जो लाइट उसमें गिर रहे हैं ना ആ ലൈറ്റ് വീഴുന്നത് बाकी सभी रंगों को अंदर खींच के ले रहे हैं. ബാക്കി എല്ലാ കളറിനെയും അത് അബ്സോർബ് It is ചെയ്തിട്ട് only reflecting yellow light वापस. യെല്ലോ കളറിനെ മാത്രം അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. That is science. അതാണ് സയൻസ്. साइंस सीखने के लिए मैं सिखाने के लिए खड़ा नहीं है. ഞാൻ സയൻസ് हालेलुया. लेकिन एक बात मैं പഠിപ്പിക്കുക. आपको बता के दे देता ഒരു കാര്യം ഞാൻ പറഞ്ഞു हूं. जब തരാം. सरफेस रफ है നമ്മുടെ സർഫസ് റഫ് ആണെങ്കിൽ रिफ्लेक्शन बहुत कम है. റിഫ്ലക്ഷൻ ചെറുതായിരിക്കും. सरफेस जितना पॉलिश्ड करेगा
സർഫസിനെ നമ്മൾ എത്രമാത്രം മിനുക്കി വെക്കാൻ പറ്റുമോ, എത്രമാത്രം സ്മൂത്ത് ആക്കി വെക്കാൻ പറ്റുമോ, അത്രമാത്രം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ആണ് എങ്കിൽ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ, ഒരു കറുപ്പ് പോലും ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ ഒന്നുമില്ലാത്ത ഒരു ദൈവ പൈതലായി നീ മാറുകയാണെങ്കിൽ, यदि आपके जीवन में कोई दाग पाप का न रहे और वैसा मसीह बन जाए तो लेखन പറയുന്നു, एफिसियों की पत्री में इस प्रकार से लिखा है, radiant church, एक चमकता हुआ कलीसिया बनोगे, रेडिएट करने वाला चर्च, आप एक उजियाला को हालेलुया प्रतिबिंबित करने वाला कलीसिया. आमेन, हालेलुया. रेडिएंट चर्च आए मारो. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? हमारे जीवन में क्या होना चाहिए? holiness വേണം. पवित्रता चाहिए. holiness ഉണ്ടോ? पवित्रता है तो, holiness उंडो, पवित्रता है तो, if you have holiness, यदि आपके जीवन में पवित्रता है, you are going to reflect more glory of God. तो आप परमेश्वर की महिमा को प्रतिबिंबित करोगे. That is not your glory. वो आपका ग्लोरी नहीं है. That is the glory from the Son of Righteousness. वो हमारा यीशु का पुत्र जो नीति धार्मिक. You are just a reflector. आप केवल उसे रिफ्लेक्ट कर रहे हो, but not with a rough surface. लेकिन वो रफ सरफेस से नहीं, but from a holy ground, holy surface. लेकिन एक पवित्र एक सरफेस से रिफ्लेक्ट करने पाए. You are going to radiate more light. आप परमेश्वर के लिए अधिक लाइट को रिफ्लेक्ट करोगे. शैतान इन प्रकाരം പറയും, नहीं लगा सकते, എനിക്ക് നിന്നെ നോക്കുവാൻ സാധിക്കുന്നില്ല. आपका नाम बता के कहो ना, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാട്ടെ. परमेश्वर पूछ रहे, കർത്താവ് ചോദിക്കുന്നു, क्या तुम मेरा दास फिन्नी के ऊपर नजर लगाया? നീ എന്റെ ദാസനായ ഏഞ്ചലിന്റെ മുകളിൽ കണ്ണുവെച്ചോ? शैतान कहेगा, പിശാചു പറയും, नहीं लगा सकते, നോക്കുവാൻ സാധിക്കത്തില്ല, पवित्रता में जी रहे, കാരണം അവൾ വിശുദ്ധിയിൽ ജീവിക്കുന്നു. उनमें से आपका जलाल बहुत बाहर आ रहे, അവളിൽ നിന്ന് നിന്റെ മഹത്വം റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. उनका सामने खोल नहीं पाएगा. എന്റെ കണ്ണ് അവളെ നോക്കുവാൻ സാധിക്കത്തില്ല. पवित्रात्मा आपको क्या देगा? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് നൽകും? पवित्रता. എല്ലാവരും പറഞ്ഞാട്ടെ, വിശുദ്ധി. अन्य भाषा बोलने वाले परमेश्वर का बच्चा, अन्य ഭാഷ പറയുന്ന ദൈവ മക്കളെ, आप अगर अपवित्रता में आज भी जी रहे तो, നിങ്ങൾ വിശുദ്ധി ഇല്ലാത്ത ജീവിതമാണ് ഇന്നും നയിക്കുന്നതെങ്കിൽ, എങ്കിൽ നിങ്ങൾ खतरनाक है आपका जीवन. If Holy Spirit is moving in your life, अगर पवित्र आत्मा आपके जीवन में चल रही है, will help you to grow in holiness. तो पवित्र आत्मा आपको पवित्रता में बढ़ने को सहायता करेगा. हालेलुया, हालेलुया. आपके अंदर जो दिया हुआ आत्मा के बारे में मैं कह रहा हूं, നിങ്ങളുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ പറയുന്നു. holiness एक बाड़ा है. പരിശുദ്ധാത്മാവ് വിശുദ്ധി ഒരു വേലിയാണ്. holiness ज्यादा है, എത്രമാത്രം വിശുദ്ധി ഉണ്ടോ, उतना glory का एक बाड़ा आपका चारों तरफ रहेगा. അത്രമാത്രം മഹത്വത്തിന്റെ ഒരു വേലി നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. शैतान को घुसने के लिए जगह मिलेगा नहीं. പിശാച് എൻറ്റർ ചെയ്യുവാൻ ഒരു ഇടം ലഭിക്കുകയില്ല. परमेश्वर का फायर वॉल आपका चारों तरफ रहेगा. ദൈവത്തിന്റെ തീ മതിൽ നിങ്ങളുടെ നാല് ചുറ്റുമുണ്ടായിരിക്കും. Fire wall of God's glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ തീ മതിൽ. हल्मा शखाना रामशल कामना glory increase करने के लिए क्या करना है? മഹത്വം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്തോ ചെയ്യണം? पवित्रता. വിശുദ്ധി. पवित्रता. വിശുദ്ധി. यशायाह सुन रहे, യശയ്യാ അല്പം കേൾക്കുന്നു. ओ पवित्र है, പരിശുദ്ധൻ. धन्यवाद यीशु 3 बार कह रहे, पवित्र. 3 വട്ടം കേട്ടു. पवित्र, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. दूतों के संग में हम स्तुति गाऊंगा, ദൂതന്മാരൊപ്പം ഞാൻ സ്തുതി പാടും. ओ तुम पवित्र, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, पवित्र. പരിശുദ്ധൻ. साथ में ऊंचा आवाज से जरा गाइए, दूतों के संग में हम स्तुति गाऊंगा, ദൂതന്മാരുടെ കൂടെ ഞാൻ പാടും. तू पवित्र 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 है, दूतों के संग में हम स्तुति गाऊंगा, तू पवित्र 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 है. हम शखने रमधने रगदले, जब आप ऐसे शब्दों बोलेगा ना, that is very powerful. നിങ്ങൾ ഇങ്ങനെ ശബ്ദം പറഞ്ഞത് വളരെ ശക്തിയേറിയതാണ്. मैं एक बात आपको बोल के देना चाहता ഞാൻ ഒരു കാര്യം പറഞ്ഞു हूं. When the angels were worshiping, സ്വർഗ്ഗദൂതന്മാർ ആരാധിച്ചപ്പോൾ, without उसको धैर्य नहीं है प्रभु का चेहरे में देखने के लिए, അവർ ദൈവസന്നിധിയിൽ മുഖം കാണാൻ നോക്കാനുള്ള ധൈര്യം ഇല്ല. डर के आराधना कर, പേടിച്ച് ആരാധിക്കുന്നു. 2 पंखों से चेहरा को ढककर, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 पंखों से शरीर को ढककर, 2 ചിറകുകൊണ്ട് പാദം മൂടി उठ के आराधना कर रहे. പറന്ന് ആരാധിക്കുന്നു. तू पवित्र
तू पवित्र, तू पवित्र बोल നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. क्या हो गया? എന്ത് സംഭവിച്ചു? क्या हो गया? എന്ത് സംഭവിച്ചു? जुबा लामा शक्कमना परमेश्वर का भवन का दीवारों हिलना शुरू किया. ഓ ദൈവത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങുവാൻ തുടങ്ങി. ओ हालेलुया. अगर उस दूतों में आराधना किया, സ്വർഗ്ഗദൂതന്മാർ तभी ആരാധിച്ചപ്പോൾ परमेश्वर का भवन का दीवारों हिल गया. तो കർത്താവിന്റെ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങിയെങ്കിൽ परमेश्वर का वचन में अपने बारे में क्या कहा है? നമ്മളെ പറ്റി കർത്താവിന് എന്ത് എഴുതിയിരിക്കുന്നു? अपने ऊपर गिरा हुआ उस जो पर्दा को प्रभु ने फाड़ डाला. ആമേൻ. നമ്മുടെ മുമ്പിൽ വീണ മൂടുപടം കീറിക്കളഞ്ഞിരിക്കുന്നു. Now we are, seeing his face. നാം ഇപ്പോ കർത്താവിന്റെ മുഖത്തെ കാണുന്നു. उनका face, उनका चेहरे से जलाल अपने ऊपर गिर रहे. കർത്താവിന്റെ മഹത്വം നമ്മിലേക്ക് വീഴുന്നു. 2 Corinthians chapter 3 में लिखा है, 2 കൊരിന്ത്യർ 3 उखड़े എഴുതിയിരിക്കുന്നു. हुए चेहरे में परमेश्वर का जलाल गिर रहे. exposed face में ഈ കാണുന്ന മാറിയ മുഖത്ത് ദൈവത്തിന്റെ മഹത്വം വീണുകൊണ്ടിരിക്കുക. ആമേൻ. Can you just imagine it? Hallelujah. क्या आप इसे कल्पना में सोच सकते आप हो? चेहरे को ढक कर नहीं, നിങ്ങൾ മുഖം മൂടി അല്ല, आप उनका मुंह को देखकर आराधना कर रहे. നിങ്ങൾ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ടാണ് मुख को ആരാധിക്കുന്നത്. देखकर आप आराधना कर रहे. കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു. आप आराधना कर रहे. നിങ്ങൾ ആരാധിക്കുന്നു. नाच के खुद के आराधना कर रहे. ചാടി തുള്ളി നിങ്ങൾ When the Spirit of ആരാധിക്കുന്നു. the God, hallelujah, പരിശുദ്ധാത്മാവ് आपके अंदर आएगा. നിങ്ങളുടെ ഉള്ളിൽ വന്നു I കഴിഞ്ഞാൽ will dance, Amen. I will dance, I will dance like. अब नाच के आराधना कर रहे, अब उछल के आराधना कर रहे. हालेलुया. क्या होने वाला है? अब नाच के आराधना कर रहे, നാം ചാടി ആരാധിക്കും, अब उछल के आराधना कर നാം रहे. തുള്ളി ആരാധിക്കും. सुन रहे ना आपने? കേൾക്കുന്നുണ്ടോ? क्या होने वाला है? എന്ത് സംഭവിക്കും? दीवारों हिलना शुरू करेगा. ഉമ്മരപ്പടികൾ കുലുങ്ങുവാൻ തുടങ്ങും. पावरफुल वर्शिप है. ആമേൻ. ശക്തിയേറിയ ആരാധന. जरा बोल दीजिए ना. ഒന്ന് പറഞ്ഞാട്ടെ. You are holy. നിങ്ങൾ तू पवित्र പരിശുദ്ധി. है. നീ പരിശുദ്ധൻ. पवित्र है. നീ तू പരിശുദ്ധൻ. पवित्र നീ है. പരിശുദ്ധൻ. पवित्रता വിശുദ്ധി सिर्फ परमेश्वर के लिए बोल सकते प्रॉपर्टी. ആമേൻ. ദൈവത്തിന് വേണ്ടി മാത്രം പറയുവാൻ ना तो പറ്റുന്നത്. देख लीजिए ना, നിങ്ങൾ ചിന്തിച്ചാട്ടെ. ना तो दूसरे कोई भी पवित्र व्यक्ति को आप मेरे सामने खड़ा करके कहो ये पवित्र है. ഏതെങ്കിലും വിശുദ്ധനായ വ്യക്തി മുമ്പിൽ കാണിച്ച് ഇത് വിശുദ്ധിയുള്ള മനുഷ്യനാണെന്ന് പറയാം പറ്റുമോ? Holiness വിശുദ്ധി is a private property of God. അത് Hallelujah. കർത്താവിന്റെ സ്വന്തമായ ഒരു പ്രോപ്പർട്ടിയാണ്. सुन रहे ना? Holiness परमेश्वर का प्राइवेट प्रॉपर्टी है. हेलो, परमेश्वर के बारे में वचन में क्या लिखा है? കർത്താവിനെ പറ്റി വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നു? आपका परमेश्वर पवित्र परमेश्वर है. ആമേൻ. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായ ദൈവം. एक पवित्र परमेश्वर का पिता बुलाते हैं. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തെ നാം പിതാവ് എന്ന് വിളിക്കുന്നു. मैं कुछ बातों खुला नहीं बोल सकते, കുറച്ച് കാര്യങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല, फुर्फी में बोलेगा. എന്നിട്ടും ഞാൻ പറയും. काफी हालेलुया अवतारों गुरु लोग हर धर्म का इस दुनिया में आया है. അനേക ഗുരുക്കന്മാരൊക്കെ പല റിലീജിയസിലും വന്നിട്ടുണ്ട്. But none of them claim that they are holy. लेकिन किसी ने भी अपने आप को पवित्र करके दावा नहीं किया है. അവരെല്ലാവരുടെയും ജീവിതത്തിൽ टीचिंग में, അവരെല്ലാവരുടെയും काफी ടീച്ചിങ്ങിൽ धर्मों में पवित्रता के बारे में सिखाते भी नहीं. അനേക ധർമ്മങ്ങൾ വിശുദ്ധിയെ പറ്റി പഠിപ്പിക്കാറ് പോലുമില്ല. धन्यवाद यीशु. कोई बोला उसका धर्म में कहा दारू पीना नहीं है वो हराम है. ഒരു ധർമ്മത്തിൽ പറഞ്ഞു കള്ള് കുടിക്കരുത്, അത് അവർക്ക് लेकिन അശുദ്ധിയാണ്. उसी धर्म सिखाते പക്ഷെ ആ ധർമ്മം തന്നെ स्वर्ग में जाके പഠിപ്പിക്കും बहुत दारू पिएगा. സ്വർഗത്തിൽ പോയാൽ ഒത്തിരി ए भाई ऐसे कैसे होता है? धरती में हराम, स्वर्ग में कैसे क्या बोलते हैं? हालेलुया. पुण्य होते हैं. हालेलुया. क्योंकि കാരണം हालेलुया कोई ऐसे कहा ഇങ്ങനെ പറഞ്ഞു, अपवित्र मनुष्य, അപവിത്രമായ അശുദ്ധ മനുഷ്യൻ, മനുഷ്യൻ, അശുദ്ധനായ മനുഷ്യൻ अशुद्ध धर्मों को बनाया. അശുദ്ധമായ ധർമ്മങ്ങളെ സൃഷ്ടിച്ചു. हेलो, ആമേൻ. धर्म कौन बनाया? ധർമ്മത്തെ कौन बनाया? ആര് मनुष्य സൃഷ്ടിച്ചു? बनाया. മനുഷ്യൻ तो उसका ഉണ്ടാക്കി. अंदर जो अशुद्धि है ना, वो सब उस जो धर्म का स्टोरी में है. കാരണം അവന്റെ ഉള്ളിലെ ആ सब അശുദ്ധി अशुद्धि है, सब എല്ലാം अशुद्धि, वो देखा पूरा अशुद्धि. ആ സ്റ്റോറി മുഴുവൻ അശുദ്ധിയാണ്. Sinning gods, ആമേൻ. sinning gods. പാപം ചെയ്യുന്ന ദൈവങ്ങൾ. ग्रीक फिलोसफी में इसे काफी गॉड्स को देख सकते हैं. ഗ്രീക്ക് ഫിലോസഫി അനേക ദേവന്മാരെ ग्रीक അങ്ങനെ वालों को കാണാം. कुछ भी हम बोल सकते हैं. ഗ്രീക്കുകാരെ कोई पूछने के लिए आने നമുക്ക് वाला नहीं है. ആരും ചോദിക്കാൻ കടന്നു വരിക. ग्रीक फिलोसफी में इसे काफी गॉड्स एंड गॉडेसेस है.
ഗ്രീക്ക് ഫിലോസഫിയിൽ ഒരുപാട് ദൈവം ദേവതകളുണ്ട്. ग्रीक फिलोसफी की गॉड्स के बारे में सुने ना, सुइस क्या बोलते हैं, ऐसे बहुत गॉड एंड गॉडेस ऐसे, हाँ अथीना, वो बहुत है. हालेलुया. उसमें से कुछ स्टोरीज ऐसे होते हैं, द गॉड हैज सिन्ड, चोरी किया, अग्नि चोरी किया, स्टोरी सुना है ना आपने, अग्नि चोरी किया, चोरी का स्टोरी. അതിൽ ചില ദൈവങ്ങൾ പാപം ചെയ്ത ദൈവങ്ങളെ പറ്റി നമുക്ക് കേൾക്കാം. കാരണം മനുഷ്യർ ആ കഥകളെ സൃഷ്ടിച്ചു. Sinful man created sinful philosophies. പാപിയായ ഒരു മനുഷ്യൻ പാപിയായ ഫിലോസഫി സൃഷ്ടിച്ചു. പക്ഷേ when a holy God created something, പക്ഷേ പരിശുദ്ധനായ ദൈവം ചിലത് സൃഷ്ടിച്ചപ്പോൾ full of holy, അത് മുഴുവനും വിശുദ്ധിയുള്ളതായി മാറി. അത് മുഴുവനും വിശുദ്ധിയെ പറ്റി സംസാരിക്കുന്നു. पुस्तक के अंदर holiness के बारे में इसलिए വിശുദ്ധിയെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. हालेलुया. पवित्र आत्मा, यीशु का आत्मा, പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധിയിൽ വളരും. कितना लोग आज सुबह इस वचन सुन रहे हैं? എത്ര പേർ പകൽക്കാലം വാക്യം കേൾക്കുന്നു? इसे बोलो ना, ഇങ്ങനെ പറഞ്ഞാട്ടെ, आपने मुझे पवित्र आत्मा दिया, നിങ്ങൾ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവ് തന്നു. अन्य भाषा बोलने के लिए नहीं, അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, पवित्रता में बढ़ने के लिए दिया, വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടി തന്നു, और पवित्र बनने के लिए दिया, വീണ്ടും വിശുദ്ധനാകേണ്ടതിന്, और मेरे जीवन को अच्छा बनाने के लिए, വീണ്ടും എന്റെ ജീവിതത്തെ जलाल നല്ലതാക്കേണ്ടതിന്, बढ़ाने के लिए, മഹത്വം എന്നിൽ വർദ്ധിപ്പിക്കേണ്ടതിന്. हालेलुया. धन्यवाद यीशु, യേശുവേ, धन्यवाद यीशु. पवित्र आत्मा आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, रिवाइवल एक चर्च में होगा, ഒരു ചർച്ചിൽ റിവൈവൽ തുടങ്ങി കഴിഞ്ഞാൽ there will be a wave of holiness, അവിടെ വിശുദ്ധിയുടെ ഒരു വേവ് നടക്കും, एक तिरमाला, ഒരു വിശുദ്ധിയുടെ തിരമാല. हालेलुया. पेंसिकोला में क्या हो गया? പെൻസിക്കോളിൽ എന്ത് സംഭവിച്ചു? ऐसे लिखा है, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. पेंसिकोला रिवाइवल में उस कलीसिया में जो शुरुआत में कीबोर्ड बजाने वाला ब्रदर, പെൻസിക്കോളയിൽ കീബോർഡ് വായിക്കുന്ന ഒരു സഹോദരൻ, उन्होंने शुरुआत में रिवाइवल के शुरुआत में റിവൈവലിന്റെ സ്റ്റാർട്ടിംഗ് സമയങ്ങളിൽ बाल सब बहुत बड़ा बना के एक तरह का रॉक पॉप के ना एक फिगर का जैसे वो दिखता था, മുടിയെല്ലാം വളർത്തി ഒരു റോക്ക് മ്യൂസിക്കിന്റെ പോപ്പ് മ്യൂസിക്കിന്റെ ഒരു ഫിഗർ ആയിരുന്നു. लेकिन जैसे रिवाइवल बढ़ गया, പക്ഷെ റിവൈവൽ തുടങ്ങി വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ धीरे-धीरे उनमें बदलाव देखा, പതിയെ 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 ആ വ്യക്തിയിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങി. हेयर स्टाइल बदला, ഹെയർ സ്റ്റൈൽ മാറ്റി, उन्होंने कपड़ा जो वेश पहनते हैं वो बदला, അവരെ വസ്ത്രത്തിന്റെ രീതി മാറ്റി. ആരും പറഞ്ഞു കൊടുത്തില്ല. होली स्पिरिट एक व्यक्ति के अंदर आएगा, പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, होली स्पिरिट टू मूव इन योर लाइफ, पवित्र आत्मा आपको आपके जीवन में चलने का अनुमति दे दे. कलीसिया का नौजवानों बदल गया, कल चर्चिले यूथ्स मारुवान തുടങ്ങി. नौजवानों का कपड़ा पहनने का रीति बदल गया, कल चर्चिले യൂത്ത്സിന്റെ ഡ്രസ്സിന്റെ രീതികൾ മാറുവാൻ തുടങ്ങി. रीनी ने ऐसे लिखा, रीनी പ്രകാരം എഴുതി. रीनी का बेटी 13 साल का बेटी आके पूछा, 13 വയസ്സുള്ള മകൾ വന്ന് ഇപ്രകാരം ചോദിച്ചു, मैं ये पहन सकते कलीसिया में? ഞാൻ ഈ ഡ്രസ്സ് എനിക്ക് ചർച്ചിൽ ഇടാൻ പറ്റുമോ? रीनी ने क्या लिखा उस पुस्तक में? रीनी എന്ത് പറഞ്ഞു? दिस क्वेश्चन, ये जो सवाल, ഈ ചോദ്യം कभी भी अमेरिका का एक टीनेजर से उनका मांस नहीं सुनने वाला क्वेश्चन है. അമേരിക്കയിൽ നിന്ന് ഒരു ടീനേജറിന്റെ വായിൽ നിന്ന് ഒരിക്കലും മാതാവിന് കേൾക്കുവാൻ സാധിക്കാത്ത ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു? ജബർദസ്തി കിയാ, അല്ലെങ്കിൽ നിർബന്ധിച്ചോ? when the holy spirit move in a place, പക്ഷേ പരിശുദ്ധാത്മാവ് ഒരിടത്ത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പാപത്തിന്റെ അംഗീകാരം ഉണ്ടാകും. बुरे और भले का भेद आपको दे देगा, നല്ലതിന്റെയും തീയതിന്റെയും തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. बुरे और भले का भलाई का भेद आपको दे देगा. നല്ലതിന്റെയും തീയതിന്റെയും തിരിച്ചറിവ് നിങ്ങൾക്ക് സംഭവിച്ചു തുടങ്ങും. ये नहीं हो रहे, ഇന്ന് ഇത് സംഭവിക്കുന്നില്ല. आज का जमाने में पवित्र आत्मा है बोल के ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് लोगों का जैसा जी रहे, ലോകക്കാരെ പോലെ ജീവിക്കുന്നു. क्यों मालूम है? എന്തുകൊണ്ടെന്നറിയാമോ? उनके अंदर सही पवित्र आत्मा काम नहीं कर रहे, കാരണം അവരുടെ ഉള്ളിൽ ശരിയായ പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. सही पवित्र आत्मा जहां भी काम करेगा, ഒരു ശരിയായ പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങിയാൽ the church will be totally changed, ആ ചർച്ച് മുഴുവനിൽ മാറുവാൻ തുടങ്ങും, holiness में बढ़ेगा. വിശുദ്ധിയിൽ വളരും.
पवित्र आत्मा आपके ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു सब കഴിഞ്ഞാൽ लोग को क्या पाएगा? എല്ലാരും പറഞ്ഞാട്ടെ എന്ത് सामर्थ പ്രാപിക്കും? पाएगा। ശക്തി किस चीज का പ്രാപിക്കും. सामर्थ? എന്തിനുള്ള ശക്തി? पाप के ऊपर जीत पाने का सामर्थ। പാപത്തെ ജയിക്കുവാനുള്ള ശക്തി. ഖറബശബൽ ഖമന. हालेलुया। सिर्फ ये सामर्थ नहीं है, ഈ ശക്തി हम हाथ മാത്രമല്ല, रखेंगे तो लोग गिरना है, നാം കൈവച്ചാൽ ലോകം गिर नहीं गिरा ആൾക്കാർ तो हमें വീഴണം. बहुत संकट है। വീണില്ലെങ്കിൽ നമുക്ക് പിന്നെ हम സങ്കടം धक्का വരും. मार के एकदम पीछे तक लेके जाएगा, हम धक्का मार के एकदम पीछे तक लेके, പിന്നെ തള്ളി നാം हम പുറത്തു कैसे വരക്കും. भी गिराएगा। എങ്ങനെയെങ്കിലും നാം വീഴ്ത്തും. पास्टर और ब्रदर के साथ में लड़ाई है, मैं तुझे गिराएगा। हालेलुया। भाई मैं भी हाथ रखते कभी कुछ लोग गिरते हैं, സഹോദര, ഞാനും കൈവച്ചാൽ ചിലർ വീഴും. लेकिन वो सामर्थ कुछ अलग है। പക്ഷെ ആ ശക്തി वो വേറെയാണ്. सामर्थ का पीछे मत जाओ। ആ ശക്തിയുടെ പിറകെ നിങ്ങൾ ഓടരുത്. हालेलुया। आपको जाना है, നിങ്ങൾക്ക് പോകണം पाप के ऊपर जीत पाने का एक सामर्थ्य के लिए, പാപത്തിൽ ജയിക്കുവാനുള്ള ശക്തിയുടെ പിറകെ ഓടുക. holiness, പരിശുദ്ധാത്മാവിന്റെ शैतान की വിശുദ്ധി, पद्धतियों के ऊपर जीत पाने के एक सामर्थ्य, പിശാചിന്റെ മണ്ഡലങ്ങൾ ജയിക്കുവാനുള്ള ഒരു ശക്തി. लमा शकना रामशल कमना, पाप में ना गिरने का एक सामर्थ्य। പാപത്തിൽ വീഴാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി. हालेलुया। ऐसे एक सामर्थ्य है। അങ്ങനെ ഒരു ശക്തിയുണ്ട്. पवित्र आत्मा आपके ऊपर आएगा, ये होने वाला है। പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അത് സംഭവിക്കും. Psalm number 51 में സങ്കീർത്തനം 51 बार-बार दाऊद कह रहे, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദാവീദ് ഇപ്രകാരം आत्मा के പറയുന്നു. बारे में कह रहे। ആത്മാവിനെ പറ്റി പറയുന്നു. क्या कहा उन्होंने मालूम है? എന്ത് പറയുന്നു? हालेलुया। 10वां आयत में कहा, 10ാം വാക്യത്തിൽ एक स्थिर रहने वाला आत्मा मुझ में नया करो। സ്ഥിരമായ ആത്മാവിനെ എന്നിൽ सब लोग कहो പുതുക്കണമേ. ना, नंबर 1, ഒന്നാമത് किस എല്ലാവരും तरह का आत्मा പറഞ്ഞാട്ടെ, है? ഏത് വിധമുള്ള ആത്മാവ്? मतलब कभी आया कभी गया वैसे आत्मा नहीं। വന്നും പോയും നിൽക്കുന്ന ഒരു कुछ लोग बोलते ആത്മാവല്ല. हैं पास्टर जी गए हफ्ते अच्छा आत्मा आया था, ये हफ्ते कुछ नहीं है। ചിലർ പറയും കഴിഞ്ഞ ആഴ്ച നല്ല ആത്മാവായിരുന്നു, ഈ ആഴ്ച ഇല്ല. पवित्र आत्मा न्यू टेस्टामेंटल इनफिलिंग ऑफ द होली स्पिरिट, कभी आते जाते पवित्र आत्मा नहीं ആമേൻ. है। പുതിയ നിയമ ശുശ്രൂഷയിൽ ആത്മാ വന്നും പോയി നിൽക്കുന്ന स्थिर ആത്മാവല്ല, रहने वाला आत्मा। സ്ഥിരമായ ആത്മാവ്. रात को भी अन्य भाषा बोलना है, രാത്രിയും നിങ്ങൾ അന്യഭാഷ പറയണം, नींद में भी अन्य भाषा बोलना है। ഉറക്കത്തിലും कोई അന്യഭാഷ अपने कलीसिया പറയണം. में मुझे पूछा, ഒരു ചർച്ചിൽ എന്നോട് पास्टर क्या ചോദിച്ചു, नींद में अन्य भाषा बोलते हैं क्या? കർത്താവ് हाँ, बोलते हैं പാസ്റ്റർ ना, कभी ഉറക്കത്തിലും कभी आप അന്യഭാഷ सोते रहेगा, പറയുമോ? लेकिन आत्मा बात करता रहेगा। നിങ്ങൾ ചിലപ്പോൾ ഉറക്കമായിരിക്കും, പക്ഷെ ആത്മാവ് आत्मा സംസാരിച്ചുകൊണ്ടിരിക്കും. पाया व्यक्ति പരിശുദ്ധാത്മാവ് रात പ്രാപിച്ച ഒരു को വ്യക്തി नींद में भी प्रार्थना करते रहेगा। രാത്രി ഉറക്കത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. आप तो सो रहे, രാത്രി നിങ്ങൾ लेकिन ഉറങ്ങുന്നു, अन्य भाषा में बात कर रहे। പക്ഷെ നിങ്ങൾ അന്യഭാഷയിൽ कभी ആരാധിക്കുന്നു. आते कभी जाते आत्मा नहीं है, വന്നും പോയും നിൽക്കുന്ന ആത്മാവല്ല, स्थिर रहने वाला आत्मा। സ്ഥിരമായ ആത്മാവിനെ. हलता लामा रीबल शकमाना। खाबा ना तो क्या होने वाला है? നിങ്ങൾക്കറിയാമോ എന്ത് बीच में जब സംഭവിക്കും? आत्मा साथ में नहीं है तभी आप गिर जाएगा। ആത്മാവ് കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ വീണു പോകും. स्थिर रहने वाला आत्मा। സ്ഥിരമായി നിൽക്കുന്ന ഒരു ആത്മാവ്. फिर 11वां आयत में लिखा है, 11ാം വാക്യത്തിൽ तेरा आत्मा मुझ में से नहीं निकालना है। നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ Your നിന്ന് spirit. എടുക്കുകയുമരുത്. Your spirit। നിന്റെ പരിശുദ്ധാത്മാവിനെ, और ऐसा कह सकते हैं, ഇങ്ങനെ പറയാം, स्पिरिट ऑफ गॉड। ദൈവത്തിന്റെ ആത്മാവിനെ. एक बात बोलना चाहता हूँ, ഞാനൊരു കാര്യം പറയാൻ हमें ആഗ്രഹിക്കുന്നു. काफी तरह का आत्मा है भाई। പല തരത്തിലുള്ള ആത്മാക്കളുണ്ട്, अलग अलग तरह का आत्मा है। പല തരത്തിലുള്ള आई ആത്മാവുണ്ട്. थिंक इन साम्स नंबर 143 और 147, पास्टर 143 पढ़ा था ना लास्ट वीक, उसी में लगते मुझे ये मेरा याद करते तो एक आयत है, इसे लिखा है, तेरा अच्छा आत्मा को നിന്റെ നല്ല ആത്മാവിനെ. നിന്റെ നല്ല അപ്പോൾ ആത്മാവിനെ. നല്ല ആത്മാവുണ്ടെങ്കിൽ अच्छी आत्मा है तो നല്ലതല്ലാത്ത ആത്മാവുണ്ട്. मतलब अच्छा नहीं है, പിന്നെ ऐसा एक പൗലോസ് आत्मा भी है. പറഞ്ഞു വല്ല ആത്മാവിനാലോ. पौलुस ने इस प्रकार लिखा, कई प्रकार നല്ല की ആത്മാ आत्मा, മതി, अच्छी आत्मा काफी വല്ല है, ആത്മാ വേണ്ട കേട്ടോ. दूसरी आत्मा हमें नहीं चाहिए. ഹലോ, हालेलुया. പറഞ്ഞാട്ട് നല്ല ആത്മാവ്, ऐसे कहे कि अच्छी आत्मा, പരിശുദ്ധാത്മാവ്. पवित्र आत्मा. പ്രശ്നമുണ്ട് കേട്ടോ, एक बात है, പാപം ജീവിതത്തിൽ ഇരുന്നാൽ, पाप यदि जीवन में बनी रहे, വിശുദ്ധിയും വേർപാടുമില്ലെങ്കിൽ यदि आपके जीवन में पवित्रता और अलगाव नहीं है, വല്ല तो ആത്മാവും കയറും. दूसरी अन्य आत्मा अंदर आ जाएगी. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ध्यान से, ഞാൻ പറഞ്ഞില്ല വിശുദ്ധി ഉള്ളവന്റെ മേൽ വല്ല ആത്മാവും കയറുമെന്ന്. मैंने नहीं कहा कि जिसके अंदर पवित्रता है उसके अंदर आत्मा आएगा, ഹല്ലേലൂയ. अन्य നിങ്ങൾ आत्मा. വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി ജീവിക്കുന്നു. लेकिन यदि आप पवित्रताई और अलगाव के നിങ്ങളുടെ साथ മതിലിന് जियोगे, വീഴ്ച സംഭവിച്ചാൽ, तो आपकी दीवार में यदि छेद लगे, ശൗലിന്റെ മേൽ നിന്ന് നല്ല ആത്മാവ് ഇറങ്ങിപ്പോയി, शाऊल के अंदर से अच्छी आत्मा निकल गई, പിന്നെ കേറിയത് ഒരു ദുരാത്മാവാണ്. फिर एक दुरात्मा दुष्ट അങ്ങനെ आत्मा आ എത്രയോ गई. പേർക്ക് പരാജയം സംഭവിച്ചു. ऐसे बहुत लोग गिर चुके അതുണ്ടാകരുത്. हैं. ऐसे नहीं होना है. പിശാചിന് അവസരം കൊടുക്കരുത്. शैतान को मौका मत दो, ദൈവത്തിന് മാത്രമേ അവസരം केवल കൊടുക്കാവൂ. परमेश्वर को ही अवसर दो. എപ്പോഴെങ്കിലും എവിടെങ്കിലും വാതിൽ പൊളിഞ്ഞു പോയാൽ,
कहीं पे भी ऐसा लग रहा है कि आपका दीवार में ഉടനെ छेद आया റിപ്പയർ है, ചെയ്തോണം. तुरंत ही उसका रिपेयर कर ले. എവിടെയെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടായാൽ, ഒരു कहीं भी अगर വിടവുണ്ടായാൽ छेद गिर गए, ഉടനെ റിപ്പയർ ചെയ്തോണം. तुरंत ही उसे रिपेयर कर നാളത്തേക്ക് ले. വെക്കരുത്. कल के लिए न रखे. അടുത്ത സെക്കൻഡിൽ പറഞ്ഞോണം കർത്താവേ ക്ഷമിക്കണമേ. अगला पल कहे कि परमेश्वर मुझसे माफ कर दो. ദാവീദ് പറയുന്നത് പോലെ दाऊद ने जिस प्रकार से ഓ कहा, ഞാൻ പാപം ചെയ്തു. मैंने पाप कर I दिया, have sinned against you. मैं तेरे विरोध में पाप കഴിഞ്ഞ कर ദിവസം ഞാൻ दिया. പറഞ്ഞ വചനമാണ്. पिछले दिन मैंने कहा वचन है ये. ദൈവത്തിനെതിരെ പാപം ചെയ്തത്. दाऊद ने क्या पाप किया परमेश्वर के विरोध में? പാപം ചെയ്തത് दाऊद ने किसके विरोध में पाप किया? ഊരിയ के विरोध में, ബത്ശേബയുമായിട്ടാ. बत्सेबा के പക്ഷേ साथ ദാവീദ് किया പറഞ്ഞില്ല था. ഞാൻ ഊരിയാവിനെ എതിരെ പാപം ചെയ്തെന്ന്. लेकिन दाऊद ने क्या कहा कि ऊरिया के अगेंस्ट में पाप ദാവീദ് किया. പറഞ്ഞു ദൈവത്തിനെതിരെ പാപം ചെയ്തു. दाऊद ने इस प्रकार से कहा कि मैंने परमेश्वर के विरुद्ध पाप ഞാൻ किया. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ കാര്യമാണ്. मैंने पिछले शुक्रवार में എന്താ कहा അതിന്റെ था. അർത്ഥം എന്നറിയാമോ? क्या है इसका നീ मतलब? ആരെന്ന് മറന്നു ജീവിച്ചാൽ, यदि तू ये भूल कर जी നിന്നെ कि तू ദൈവം कौन ഇരുത്തിയിരിക്കുന്ന है, സിംഹാസനം എന്തെന്ന് മറന്നു നീ ജീവിച്ചാൽ, परमेश्वर तुझे जहाँ बिठाया उस सिंहासन को भूल कर तू നിന്റെ यदि വാഴ്ച जिए, കാക്കാതിരുന്നാൽ, यदि तू अपने आप का जो बना है മലയാളത്തിൽ उसको പറയുന്നത് स्थिर പോലെ न തല रखे. മറന്ന് എണ്ണ തേച്ചാൽ, मलयालम में कहा जाता है ओह, कि अपना നിന്റെ सर പേരിൽ भूल कर तेल അഭിഷേകം लगा മറന്ന് जाए तो, ജീവിച്ചാൽ, अपना ऊपर अभिषेक നിന്നെ വിളിച്ച को भूल വിളി कर മറന്ന് तू भूल जाए ജീവിച്ചാൽ, तो, तेरा बुलाहट को നീ भूल कर तू जीने लगे അഭിഷിക്തനാണെന്നുള്ളത് तो, മറന്ന് ജീവിച്ചാൽ, तू यदि ये भूल जाए कि तू एक അഭിഷിക്തനെ अभिषेक നിന്റെ है, അഭിഷേകം നഷ്ടപ്പെടും. हे अभिषेक तेरा अभिषेक नष्ट हो जाएगा. നീ ചെയ്യുന്ന പാപം तू जो कर रहा है पाप, നിന്നെ ദൈവം വിളിച്ച വിളിക്കെതിരെ കേട്ടോ. वो पाप तेरी बुलाहट के खिलाफ है. ഹല്ലേലൂയ. खरबशे നിന്റെ दोरो. സിംഹാസനത്തിനെതിരെയാ. वो आपके सिंहासन के खिलाफ ആ है. സിംഹാസനം ദൈവം നിന്നെ അതിൽ ഇരുത്തിയേക്കുന്നത്. वो सिंहासन पर तुझे परमेश्वर ने അത് बिठाया है. ദൈവത്തിനെതിരെയാ. वो परमेश्वर के खिलाफ है. ദൈവവചനം വിട്ട് ജീവിക്കുന്നവരെ, वचन छोड़कर जीने കർത്താവ് वाले വിളിച്ച लोग, വിളി മറന്നിട്ട് परमेश्वर ने बुलाया उस बुलाहट പാപം को भूल कर ചെയ്യുന്ന जिए तो, പാപം മനുഷ്യനോടല്ല ദൈവത്തോടത്രേ. आप जो कर रहे वो पाप मनुष्य के खिलाफ नहीं बल्कि परमेश्वर के खिलाफ कर रहे മുടിയൻ हो. പുത്രൻ വിളിച്ചു പറയുക, उस उड़ाऊ पुत्र ने कहा, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും അല്ലെങ്കിൽ ദൈവത്തോടും പാപം ചെയ്തിരിക്കുന്നു. उसने इस प्रकार से कहा, हब्बा मैंने तेरे और स्वर्ग के विरोध में पाप किया है. സ്വർഗത്തോട് എപ്പോഴാ പാപം ചെയ്തത്? स्वर्ग से कब उसने पाप किया? അപ്പനോട് ചെയ്ത പാപം, जब उसने अपने पिता के स्वर्ग विरोध तोड़ में जाएगा किया. पापमा। वो स्वर्ग के विरोध मैंने किया explain हुआ किया पाप കഴിഞ്ഞ है. ദിവസം. मैंने कहा पिछले दिन, അപ്പന്റെ അധികാരത്തിന് കീഴിൽ നിൽക്കേണ്ട നീ पिता के अंडर में अधीन में रहने वाला अधिकार तुझे विട്ട് നിന്നാൽ, अपने अधिकार को അത് छोड़कर भूल कर അപ്പനോടല്ല तू സ്വർഗത്തോടുള്ള जिए, പാപമാ. तो पिता से नहीं बल्कि എല്ലാ स्वर्ग के विरोध में അധികാരങ്ങളും किया पाप ദൈവത്തിൽ है. നിന്നത്രേ. सारा अधिकार परमेश्वर की ओर से നിന്റെ आता മേൽ है. ദൈവം ആക്കിയിരിക്കുന്ന നിന്റെ പിതാവിനെ നിന്റെ മാതാവിനെ നീ കീഴടങ്ങി ജീവിക്കണം. तेरे लिए रखा हुआ तेरे माता पिता के अधीन में तुझे जीना है. വിശ്വാസ വിഷയത്തിൽ ഒഴിച്ച് विश्वास के खिलाफ അവർ ദൈവത്തെ छोड़कर, വിടാൻ പറഞ്ഞാൽ നീ ദൈവത്തെ വിടരുത്. अगर उन्होंने कहा कि परमेश्वर को बाकी छोड़ दे എല്ലാത്തിലും तो छोड़ना കീഴടങ്ങി नहीं, ജീവിക്കണം. लेकिन बाकी सारे चीजों में എത്ര माता पिता के പ്രായമായാലും अधीन रहना है. ജീവിക്കണം. कितना बड़ा भी हो जाए अधीन യേശുവിന്റെ रहना है. 30-ാമത്തെ വയസ്സ് വരെ यीशु 30 उम्र അവൻ तक അവർക്ക് കീഴടങ്ങി ജീവിച്ചു. माता पिता के अधीन रहा. 30-ാമത്തെ വയസ്സ് വരെ. 30 साल तक. ഹലോ, हालेलुया. എനിക്ക് 18 വയസ്സായെന്ന് हम പറഞ്ഞു. कहते हैं कि अभी 18 साल हो 18 गया. വയസ്സ് വരെ അല്ല കേട്ടോ. 18 साल तक नहीं. ഹല്ലേലൂയ. हालेलुया. പിതാക്കന്മാർക്ക് കീഴടങ്ങി ജീവിക്കണം. पत्नी लोग पति का अधीन रहे. ദൈവം വെച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴിൽ ജീവിക്കണം. परमेश्वर ने रखा हुआ उस आत्मिक अथॉरिटी अधिकार के രാജ്യം अधीन रहे. വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കണം. देश में रखा हुआ उस नियम के अधीन ആ रहे. നിയമം ദൈവത്തിന്റെ വചനത്തിന് എതിരാണെങ്കിൽ മാത്രമേ നമുക്ക് ലംഘിക്കാൻ അനുവാദമുള്ളൂ. वो नियम यदि परमेश्वर के वचन के खिलाफ है तो ही हम उसका उल्लंघन कर सकते हैं. ഹല്ലേലൂയ. हालेलुया. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप मुझे सुन रहे हो? If you are rebellious against the authority, अगर आप अधिकार के बलवा करोगे तो you are sinning against God. आप परमेश्वर के विरुद्ध पाप कर रहे हो. ഹലോ, हालेलुया. കേൾക്കുന്നുണ്ടല്ലേ? क्या आप सुन रहे हो? പാപം ചെയ്തു. पाप किया. ദാവീദ് എന്ത് പറഞ്ഞു? दाऊद ने क्या कहा? ദാവീദ് പറഞ്ഞില്ല, दाऊद ने ये नहीं कहा, എക്സ്ക്യൂസ് പറഞ്ഞില്ല, उसने बहाने नहीं बनाए, ഇങ്ങനെയാന്ന് പറഞ്ഞില്ല. ऐसा है वैसा ऐसा बहाने नहीं बनाए. उसने कहा मैंने पाप ഇതാണ് कर ദൈവത്തിന് दिया. വേണ്ടത്. ये है परमेश्वर को चाहिए. പാപം ചെയ്തിട്ട് पाप करने के 100 बाद എക്സ്ക്യൂസ് പറയരുത്. 100 बहाने न കർത്താവേ, बनाए. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചത്. परमेश्वर ऐसा हो गया था, वैसा हो गया था. हम കണ്ടോ? हमें बता के देने की जरूरत है क्या परमेश्वर को? ഇതൊന്നും ആവശ്യം കർത്താവിനില്ല. परमेश्वर- കർത്താവിന് എല്ലാം അറിയാം. ഏറ്റവും परमेश्वर ചെറിയ सब കാര്യങ്ങൾ जानता है. അറിയാം. ഒന്നും കർത്താവിനോട് പറയണ്ട. कुछ कहने की കർത്താവേ, जरूरत എന്നോട് नहीं है. ക്ഷമിക്കണം. परमेश्वर मुझे माफ कर ദാവീദ് दे. പറയുകയാണ്, दाऊद कहता ഈ है സോപ്പ് കൊണ്ട് എന്നെ കഴുകണം. इस सोप से मुझे धो ले. അത് മലയാളത്തിൽ ഈ സോപ്പ് എന്നാ കേട്ടോ.
മലയാളത്തിൽ ഈ സോപ്പ്, मलयालम में ई सोप लिखा है. ഹിന്ദിയിൽ ഈ സോപ്പ് എന്നാന്ന് ജുവാ സെ മുझे ശുദ്ധ करना है ना. അതൊരു പ്രത്യേക ചെടിയുടെ തണ്ടിനെ കുറിച്ചൊക്കെ അത് പറയുന്ന ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ സോപ്പ് मलयालम में ई सोप लिखा है. ആരാണ്ട് കേരളത്തിൽ ചോദിച്ചു പാസ്റ്ററെ അത് ഏത് സോപ്പാന്ന്. केरला में कोई है ना मलयालम बाइबल में लिखा है ई सोप से मुझे धो डालना है. तो कोई जाके पूछा पास्टर जी वो सोप कौन सा दुकान में मिलेगा. ഈ സോപ്പ് എവിടെ നിന്ന് കിട്ടുന്നു ചോദിച്ചു. ഈ സോപ്പ് कहां से എല്ലാ പാപങ്ങളും सारी पापे ഹല്ലേലൂയ ശുദ്ധമാക്കുന്ന हमें शुद्ध करने वाला ഒരു ഈ സോപ്പ് ഉണ്ട്. एक जूफा है. കാൽവരി ക്രൂശിൽ നമുക്കായി ജീവനെ തന്ന യേശുക്രിസ്തു, कालवरी के क्रूस पे हमारे लिए जीवन दिया हुआ यीशु का लहू, സകല പാപങ്ങളും ശുദ്ധമാക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. सारी पापों को शुद्ध करने वाला एक. എന്റെ നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിൽ मेरे और आपके पाप कितने भी लाल रंग के क्यों ना हो, ഹിമത്തെക്കാൾ അധികം വെളുപ്പിക്കുന്നവൻ. वो हिम से भी अधिक श्वेत करने ഒഴിവ് वाला. കഴിവ് പറയരുത്. अब बहाने न बनाए, അത് കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. वो ज्यादा बात बिगड़ जाएगी. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെളി വീണാൽ, आपके शरीर में कुछ चीकड़ लग जाए. ബെട്രാഡ് റസൽ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ബെട്രാഡ് റസൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ. ബെട്രാഡ് റസൽ അമേരിക്കൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. एक अमेरिकन इंग्लिश അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്കെതിരെ എറിയുന്ന ചെളി ഞാൻ തുടച്ചു കളയാൻ ശ്രമിക്കത്തില്ല. उसने लिखा कि मेरे खिलाफ मारने वाला जो कीचड़ मैं पोंछना नहीं चाहता. തുടച്ചാൽ എന്ത് സംഭവിക്കും? यदि पोंछूंगा तो क्या हो जाएगा? वो पूरा शरीर में लग जाएगा. हम तुरंत उसे पोंछने लग जाते हैं. फिर क्या होता है? ശാന്തമായിരിക്കും. मैं शांति से रहूंगा. थोड़ी देर के बाद തനിയെ ഉണങ്ങി അടർന്നു പോയിക്കോളും. वो अपने आप सूख कर निकल जाएगा. ഹല്ലേലൂയ. ഞാൻ അതിലും നല്ല മെത്തേഡ് പറയാം. मैं उससे भी अच्छा मेथड बता के देता. आप पोंछे ना. നിങ്ങൾ പറഞ്ഞാൽ യേശുവേ എന്നെ ഒന്ന് കഴുകണം. आप कहे कि यीशु मुझे धो ले. യേശുവിന്റെ രക്തം, यीशु का लहू സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. सारे पापों से हमें मुक्त कर देता है. സകല പാപവും പോക്കി. सारे पापों से. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा, ഇത് സംഭവിക്കും. നിങ്ങൾ വിശുദ്ധിയിൽ വളരും. आप पवित्रताई में बढ़ोगे. ഒത്തിരി പറയാനുണ്ട് ദൈവമേ. वचन में बहुत सारी बातें कहना. കൊണ്ട് നിർത്തുകയാണ്. समय गया इसके लिए रोक रहा हूं. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ലിസ്റ്റാ കേട്ടോ. जब पवित्र आत्मा तुम पर आएगा बहुत बड़ा लिस्ट है. केवल अन्य भाषा ही नहीं. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ പറയുന്നുണ്ട്. गलातियों में आत्मा का फल के बारे में कहा गया है. बहुत बड़ा लिस्ट है. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നമ്മുടെ ജിയാന മോള് ഗലേഷ്യൻ ചാപ്റ്റർ 5:22 പറഞ്ഞു. कल जियाना बेटी ने गलेशियंस ഈ चैप्टर വചനം 5. എനിക്ക് ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന സമയത്താ. तो ये वचन मुझे ऐसे प्रकट हो रहा था. എനിക്ക് ഈ വചനം ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക. ഏതാ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा वो मुझ पे प्रकट हुआ. उसी वक्त ദൈവാത്മാവിനോട് പറഞ്ഞു, जब जिया ने उस वर्ड कहा तो मेरे अंदर ऐसा പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോഴുള്ള ഗുണമാകട്ടെ. आमेन. ये पवित्र आत्मा तुम पर आएगा तो ऐसा होगा. 9 കൃപാവരങ്ങൾ മാത്രമല്ല, 9 कृपा वरदाने ही നിങ്ങൾ नहीं, പ്രാപിക്കേണ്ട ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. आपको प्राप्त करने का आत्मा का फल भी है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा എന്ത് സംഭവിക്കും? क्या होगा? നിങ്ങൾ സ്നേഹമുള്ളവരാകും. आप प्रेम करने वाले बनोगे. ക്ഷമയുള്ളവരാകും. आप दीर्घ क्षमा रखने वाले बनेंगे. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസമുള്ളവരാകും. आप विश्वास रखने वाले बनोगे. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ये സംഭവിക്കും. सारी बातें आत्मा तुम पर आएगा तो प्रकट होगा. ഇതെല്ലാം നമുക്കകത്തുണ്ടോ? क्या ये सब आपके अंदर है? തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. तिमोथियुस की पत्री में पौलुस ने कहा. ബാക്കി എന്തെങ്കിലും നമുക്ക് ചെയ്യാം. एक्सप्लेनेशन में बाद में कभी करता हूं. തിമത്തിയോസ് 2 തിമത്തിയോസ് 1-ാം അധ്യായം. दूसरा तिमोथी पहला अध्याय. 2 തിമത്തിയോസ് 1-ാം അധ്യായം. दूसरा तिमोथी पहला अध्याय 7-ാം വാക്യത്തിൽ പറയുന്നു, 7वें आयत में നിങ്ങൾ कहा, പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. तुमने डर की आत्मा को പിന്നെ नहीं ഏത് प्राप्त. ആത്മാവിനെയാണ്? कौन सी आत्मा पाया है? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा, സാമർത്ഥ്യം, പ്രേമം, സയം, ഓക്കെ, സെൽഫ് കൺട്രോൾ. ठीक है, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട്. आमेन, हालेलुया. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അന്യഭാഷ പറയുമെന്നല്ല. पवित्र आत्मा तुम पर आएगा, तुम अन्य भाषा बोलोगे ऐसा नहीं. बोल दो, आपको जितना बोलना है बोल दो. വന്നപ്പോഴൊക്കെ അവർ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. क्योंकि वचन में जब पवित्र आत्मा आए तो अन्य भाषा बोले तो അതുകൊണ്ട് है, അന്യഭാഷ പറയണം. इसलिए अन्य भाषा बोलना है. പക്ഷേ അന്യഭാഷ പറയാനല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നത്. केवल अन्य भाषा बोलने के लिए नहीं, पवित्र आत्मा ശക്തി പ്രാപിക്കാനാണ്. आपको सामर्थ पाने के लिए है. നിങ്ങൾ സ്നേഹമുള്ളവരായി തീരാൻ. आप प्रेम रखने वाले बने. അപ്പം പരിശുദ്ധാത്മാവ് അകത്ത്
വന്നു जब കഴിഞ്ഞാൽ पवित्र आत्मा आपके अंदर ഒരു आएगा അസാധാരണ സ്നേഹം നിങ്ങളിൽ നിന്ന് വെളിപ്പെടാൻ तो പോകും. एक असाधारण प्रेम आपके अंदर से प्रकट ഏത് होगा. തരത്തിലുള്ള സ്നേഹം എന്നറിയാമോ? वो किस प्रकार का प्रेम है आप കർത്താവായ जानते हो? യേശുക്രിസ്തു കാണിച്ച അഗപ്പേ ലവ്. यीशु मसीह ने जो दिखाया है वो अगापे लव. ഇങ്ങോട്ട് എന്നെ സ്നേഹിച്ചാൽ അങ്ങോട്ട് ഞാൻ സ്നേഹിക്കും. मुझे प्रेम किया तो मैं प्रेम करूंगा, ऐसा नहीं എന്തെങ്കിലും है. കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമല്ല. कुछ मिलने वाला प्रेम नहीं है. പകരത്തിന് പകരമുള്ള സ്നേഹമല്ല. बदले में बदला देने वाला ഓ प्रेम नहीं ഹല്ലേലൂയ. है. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹം നിങ്ങൾക്കകത്തുണ്ടാകും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ. जो हमसे प्रेम नहीं करता उनसे भी प्रेम करने की एक सामर्थ आती है जब पवित्र आत्मा तुम पर Unconditional love. आएगी. एक अनकंडीशनल लव. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ, पवित्र आत्मा पाए हुए let me ask you लोगों, that question. क्या मैं आपसे प्रश्न Do पूछ, you have that unconditional love inside you? क्या आपके अंदर वो अनकंडीशनल लव आपके अंदर है? आपके विरुद्ध में काम किया लोगों को आप क्षमा कर पाया? നിങ്ങൾക്ക് എതിരായി സംസാരിച്ചവരെ നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ अभी भी आप സാധിക്കുന്നുണ്ടോ? grudge रख रहे हैं? ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ പ്രതികാരം अभी भी ഇരിക്കുന്നുണ്ടോ? आप reserved है? ഇപ്പോഴും നിങ്ങൾ റിസർവ്ഡ് ആണോ? Allow Holy Spirit to move in your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുവാൻ നിങ്ങൾ If a അനുവദിച്ചു true revival is കൊടുക്കുക. happening, ഒരു ട്രൂ റിവൈവൽ സംഭവിക്കുന്നുവെങ്കിൽ unusual एक love wave कलीसिया में होने वाला है. ആമേൻ. ഒരു അൺയൂഷ്വൽ ആയിട്ട് അസാധാരണമായ സ്നേഹത്തിന്റെ सबको ഒരു प्यार करना തിരമാല शुरू करेगा. जो अपने विरुद्ध में काम किया उनको भी हम प्यार करेंगे. എല്ലാവരും നാം സ്നേഹിക്കുവാൻ उनके തുടങ്ങും. लिए भी प्रार्थना നമ്മുടെ करेगा. ശത്രുക്കളെ നാം സ്നേഹിക്കും, പ്രാർത്ഥിക്കും. That is what will happen when you receive the Holy Spirit. അത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നാം ചെയ്യും. Hallelujah. ഹല്ലേലൂയ. तीसरा മൂന്നാമത് संयमी बनने वाला है, सेल्फ कंट्रोल संयम. होने वाला है. Self दूसरा मलयालम control. ट्रांसलेशन में लिखा है आप विवेकी बनने वाला है ना, तो आपको सुबुद्धि मिलने वाला है. സുബോധം मैं പ്രാപിക്കും. ऐसे एक्सप्लेन करना चाहता हूँ. ഞാനിങ്ങനെ परमेश्वर के वचन में लिखा है ദൈവവചനം खुद का എഴുതിയിരിക്കുന്നു. समझ में निर्भर होना नहीं, സ്വന്തമായ ചിന്തയിൽ നിങ്ങൾ स्वന്തം ആശ്രയിക്കരുത്. വിവേകത്തിൽ ഊന്നരുത്. खुद के विवेक में ना हाँ, निर्भर हालेलुया. रहे. फिर आपको क्या करना है? നിങ്ങൾക്ക് എന്ത് ചെയ്യണം? पवित्र आत्मा आपको विवेक देगा, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സുബോധം पवित्र നൽകും. आत्मा आपको गाइड करेगा. പരിശുദ്ധാത്മാവ് നിങ്ങളെ बुद्धि बोल रहे നിയന്ത്രിക്കും. उस तरफ नहीं, ബുദ്ധി പറയുന്ന അങ്ങോട്ടല്ല, आत्मा बोल रहे उस तरफ आप चलना शुरू പരിശുദ്ധാത്മാവ് करेगा. പറയുന്ന അങ്ങോട്ട് നിങ്ങൾ നടക്കുവാൻ Controlled by Holy Spirit. പരിശുദ്ധാത്മാവിനാൽ Not only നിയന്ത്രിക്കപ്പെടും. self-controlled, നിങ്ങൾ സെൽഫ് കൺട്രോൾ ആയിരിക്കില്ല, totally controlled by Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി तो മാറും. इतना सुन के आपको क्या लग रहा है? ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? आप बोल रहे നിങ്ങൾ പറയുക, पास्टर जी मुझे अभी थोड़ा डाउट लग रहे हैं, എനിക്കിപ്പോ സംശയം क्या തോന്നുന്നു, सही में मैं पवित्र आत्मा पाया क्या? ശരിക്കും ഞാൻ പരിശുദ്ധാത്മാവിനെ क्योंकि इसमें से പ്രാപിച്ചു. काफी गुण मेरा जीवन में है नहीं. ഇത് പല ഗുണങ്ങൾ എന്റെ ജീവിതത്തിൽ Come ഇല്ല. on church, this is the chance. ഇത് നിങ്ങളുടെ This അവസരമാണ്. is the chance. ഇത് നിങ്ങളുടെ सब लोग खड़ा हो അവസരമാണ്. जाइए. എല്ലാവരും എണീറ്റ് सब നിന്നാണ്. लोग खड़ा होकर कहो, എണീറ്റ് നിന്ന് പറഞ്ഞാട്ടെ, प्रभु जी मैं आज तक क्या प्रार्थना किया मालूम है? കർത്താവ് ഇന്നലെ വരെ ഞാൻ मुझे എന്താ अन्य भाषा दे പ്രാർത്ഥിച്ചത്? दो, मुझे अन्य भाषा दे എനിക്ക് दो. അന്യഭാഷ मुझे വേണം, पवित्र आत्मा അന്യഭാഷ. में भर दो ताकि मैं अन्य भाषा में बात करूं. എനിക്ക് പരിശുദ്ധാത്മാവ് വേണമെന്ന്. हालेलुया. come on church, आज से प्रार्थना दौड़ा बदलो. പക്ഷെ ഇന്നോട്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ രീതി प्रभु जी മാറ്റിക്കാട്ടെ. मैं अन्य भाषा बोलना चाहता हूं, ഞാൻ അന്യഭാഷ मैं പറയുവാൻ वरदान प्राप्त ആഗ്രഹിക്കുന്നു. करना चाहता हूं. ഞാൻ उसी के साथ में അതിനോടൊപ്പം തന്നെ पवित्र आत्मा का पवित्रता में अनुभव करना चाहता हूं. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധി ഞാൻ पवित्र आत्मा തിരിച്ചറിയാൻ दे रहे ആഗ്രഹിക്കുന്നു. उस लव, उस प्यार को मैं हालेलुया मैनिफेस्ट करना चाहता हूं, मैं प्रकट करना പരിശുദ്ധാത്മാവ് चाहता തരുന്ന हूं. സ്നേഹം ഞാൻ തിരിച്ചറിയാൻ उसी ആഗ്രഹിക്കുന്നു. के साथ में അതോടൊപ്പം തന്നെ मैं संयमी बनना चाहता ഞാൻ हूं, സെൽഫ് കൺട്രോൾ सेल्फ कंट्रोल्ड. ആമേൻ. സെൽഫ് पानी കൺട്രോൾ. जैसे हल उछलने वाला नहीं है. വെള്ളം പോലെ തുളുമ്പുന്നവനല്ല, हालेलुया. पानी जैसे उबलने वाला नहीं है. വെള്ളം പോലെ തിളയ്ക്കുന്നവനല്ല. मैं एकदम इमोशनल कंट्रोल में रहने वाला ഞാൻ हूं. എന്റെ ഇമോഷണൽ കൺട്രോളിൽ सब लोग ജീവിക്കാൻ प्रार्थना कर ആഗ്രഹിക്കുന്നു. എല്ലാവരും क्या പ്രാർത്ഥിച്ചാട്ടെ. आपका प्रेयर आप बदल सकते हैं? നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുമോ? क्या बदलना है? നിങ്ങൾക്ക് എന്ത് മാറ്റണം? अन्य भाषा के लिए सिर्फ प्रार्थना मत करो. അന്യഭാഷയ്ക്ക് വേണ്ടി മാത്രം उसके നിങ്ങൾ साथ में പ്രാർത്ഥിക്കേണ്ട. അതിനോടൊപ്പം जब തന്നെ पवित्र आत्मा एक के ऊपर आएगा, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ क्या വന്നു क्या കഴിഞ്ഞാൽ इस वचन सिखाया है, എന്തൊക്കെ വചനം ഇവിടെ वो सब പഠിച്ചു कुछ अपने जीवन में होने के लिए അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ आपका നിവർത്തീകരിക്കപ്പെടേണ്ടതിന് जीवन को समर्पण करो. നമ്മെ തന്നെ സമർപ്പിക്കാം. हर आंखों को बंद कर, എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. हर आंखों को बंद कर. എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. थैंक यू जीसस. താങ്ക് യു ഫാദർ. प्रभु जी मेरे जीवन में എൻ്റെ ജീവിതത്തിന് जो बाइबल में लिखा पवित्र आत्मा, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് कोई भी आत्मा नहीं. വേറെ ഏത് ആത്മാവും അല്ല. दाऊद ने कहा वैसे आपका आत्मा. ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ 10वां പരിശുദ്ധാത്മാവ്. आयत में कहा एक स्थिर रहने वाला आत्मा. 10ാം വാക്യത്തിൽ പറഞ്ഞു സ്ഥിരമായ 11वां ആത്മാവിനെ. आयत में कहा परमेश्वर का आत्मा, ना तो आपका आत्मा. 11ാം വാക്യത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. हालेलुया. 12वां आयत में कहा 12ാം വാക്യത്തിൽ പറഞ്ഞു हमेशा मन को तैयारी करने वाला एक आत्मा. എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കുന്ന ഒരു ആത്മാവ്. 12वां आयत में हिंदी में क्या लिखा है? हाँ ഉദാരം
उद्धार का आत्मा മനസ്സൊരുക്കമുള്ള ആത്മാ എന്നാണ്. उदार आत्मा. अंग्रेजी में कोई पढ़ लीजिए, somebody read it in English. अंग्रेजी में किसी ने पढ़ लीजिए जल्दी, समय कम है. Restore to me the joy of your salvation and grant me a willing spirit to sustain me. Willing spirit, मन के अंदर एक तैयारी है, that is called willingness. Hello, willingness, सब लोग कहा ना willing spirit. Willing spirit. अपने अंदर तैयार है हम. നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു ആത്മാ. कैसे भी परमेश्वर मोल्ड कर सकते वैसे तैयार. ആമേൻ. ദൈവം നമ്മൾ എങ്ങനെയും പണിയും അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു हार्ट नहीं है. നാം ഒത്തിരി ഹാർഡ് അല്ല. परमेश्वर छुएगा तो കർത്താവ് നമ്മെ തൊട്ട് കഴിഞ്ഞാൽ उंगलियों का निशाना उधर दिखेगा, वैसे हम मुलायम है. കർത്താവിന്റെ സ്പർശനത്തിന്റെ ആ അടയാളം അവിടെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആത്മാവ്. परमेश्वर की इच्छा के अनुसार कुछ भी बनने के लिए तैयार है. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്തുമാകുവാൻ ആഗ്രഹമുള്ള ഒരു ആത്മാവ്. प्रार्थना करेगा. പ്രാർത്ഥിക്കാമോ? Lord, I need that spirit. കർത്താവ് എനിക്ക് ആ ആത്മാവിനെ വേണം. Not just to speak in tongues. അന്യഭാഷ പറയുവാൻ വേണ്ടി മാത്രമല്ല. But I need the original. मुझे वो वास्तव आत्मा चाहिए जो बाइबल में लिखा हुआ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. apostles अनुभव किया. അപ്പോസ്തലന്മാർ അനുഭവിച്ചത്. In my generation. എൻ്റെ പീടികയിലും I want to carry that spirit. എനിക്ക് ആ ആത്മാവിനെ ക്യാരി ചെയ്യണം. Everybody pray. എല്ലാവരും പ്രാർത്ഥിച്ച് प्रार्थना करते रहो. കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാം. Let the power of the Holy Spirit move here. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ചലിച്ചു തുടങ്ങിക്കട്ടെ. കർത്താവേ आपकी पवित्र आत्मा हम चाहते हैं पिता, हम ऐसी चाहते हैं മനസ്സൊരുക്കത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. एक तैयारी के साथ का എന്തു मन പറഞ്ഞാലും हमारे അനുസരിച്ച് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുവാൻ तू कुछ भी कहे तो वो सुनकर आगे बढ़ने का एक मन हमें दे. विलिंगनेस का स्पिरिट हम सबको, एक स्पिरिट ऑफ विलिंगनेस. Holy Spirit is talking to someone. पवित्र आत्मा किसी से बात कर Holy रही Spirit is है. asking someone to have a spirit of willingness. पवित्र आत्मा किसी को उस विलिंगनेस का स्पिरिट प्राप्त करने के लिए कह रही guides है. you to do something. यदि पवित्र आत्मा आपसे कुछ करने के लिए कहे, Do not look back. आप पीछे मुड़कर न देखें. Hamashakaman, have that spirit of willingness. उस विलिंगनेस की आत्मा को प्राप्त करें. മനസ്സൊരുക്കത്തിന്റെ ആത്മാവ് ചിലർ പ്രാപിച്ചാട്ടെ. तैयारी का मन वाला स्पिरिट को മനസ്സൊരുക്കത്തിന്റെ प्राप्त ആത്മാവ് ചിലർ करें. പ്രാപിച്ചാട്ടെ. तैयारी के मन वाली आत्मा को ഹദ്ദുല ലം प्राप्त कर ഷെഖേനെ ले. റംതുൽ പംശൽ ഖമന ഹജൽ താല സ്ഥിരമായ ആത്മാവ്. स्थिर आत्मा, നല്ല ആത്മാവ്, एक भली आत्मा, പുതിയ നിയമ ആത്മാവ്, नया नियम की आत्मा, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവ്, पाप के बारे में बोध दिलाने സകല वाली एक സത്യത്തിൽ आत्मा, നടത്തുന്ന ആത്മാവ്, हर सच्चाई में चलाने वाली യേശുവിന്റെ आत्मा, സ്നേഹം ഉള്ളിൽ നിറയ്ക്കുന്ന ആത്മാവ്, यीशु का प्रेम अंदर भरने वाली സുബോധം आत्मा, നൽകുന്ന ആത്മാവ്, सुबोध दिलाने वाली ഓ आत्मा, വിവേകം നൽകുന്ന ആത്മാവ്, विवेक से भरने वाली സെൽഫ് आत्मा, കൺട്രോൾ നൽകുന്ന ആത്മാവ്. संयम की आत्मा. എന്റെ കർത്താവ് ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. ये सारी बातें हमें ഞങ്ങൾ चाहिए. പരിശുദ്ധാത്മാവിനെ परमेश्वर, പ്രാപിച്ചവരെന്ന് പറഞ്ഞിട്ട് हम पवित्र आत्मा प्राप्त किए हुए लोग कहने के ഞങ്ങൾ बावजूद പാപം भी ചെയ്ത് ജീവിക്കാൻ പാടില്ല. हम पाप करते हुए जीना ഞങ്ങൾ नहीं. വിശുദ്ധിയിൽ परमेश्वर, വളരണം. हमें पवित्रता ഞങ്ങൾ में പരിശുദ്ധാത്മാവിനെ बढ़ना है. പ്രാപിച്ചിട്ട് हमें पवित्र आत्मा प्राप्त करने के बाद സ്നേഹമില്ലാത്തവരായി ജീവിക്കാൻ പാടില്ല. हमें बिना प्रेम का जीने वाले ഞങ്ങൾ न हो പരിശുദ്ധാത്മാവിനെ सकते. പ്രാപിച്ചിട്ട് हम पवित्र आत्मा को प्राप्त ഞങ്ങൾ करने के बाद സുബോധമില്ലാത്തവരായി हम बिना सुबोध का സ്വന്തം വിവേകത്തിൽ ഊന്നി अपनी बुद्धि पर निर्भर ഞങ്ങളുടെ വഴി होकर നടക്കാൻ പാടില്ല. अपनी राहों में हमें न Let us चलने have दें. a heart of willingness. हमें एक तैयारी की आत्मा हमारे अंदर दे दे. അൽമാ ലാമാ ശഖ और പോകയെന്ന് പറഞ്ഞാൽ जाओ, यदि पवित्र आत्मा कहे तो जाने के വരിക लिए. എന്ന് പറഞ്ഞാൽ यदि पवित्र आत्मा कहे कि വരുവാൻ. आजा तो ഞാൻ आने അവിടുത്തെ के लिए. ദാസൻ. मैं तेरा दास, ഞാൻ അവിടുത്തെ ദാസൻ, मैं तेरा दास, ഞാൻ നിന്റെ ദാസനാ കർത്താവേ. मैं तेरा दास हूँ പോകാൻ पिता. പറഞ്ഞാൽ ഞാൻ പോകും. यदि तू कहे कि जा तो ഇരിക്കടാ मैं എന്ന് പറഞ്ഞാൽ जाऊंगा. ഇരിക്കും. यदि कहे बैठ तो मैं बैठूंगा. കാത്തിരിക്കാൻ പറഞ്ഞാൽ കാത്തിരിക്കും. यदि इंतजार करने को कहे तो मैं ഓടാൻ പറഞ്ഞാൽ इंतजार ഞാൻ करूंगा. ഓടും. यदि दौड़ने को कहे तो मैं എന്തു പറയുന്നുവോ? दौड़ूंगा. तू जो कहे അടിയനിതാ, मैं हूँ यहाँ, അടിയനിതാ, मैं ഹൂ यहाँ, അടിയനിതാ. मैं हूँ यहाँ. പരിശുദ്ധനെ ശഖമന ലംശൽ ഖമന രഗദല ജുബാല ലംശൽ ഖമന രഗദൽ കടഗർഷതനെ ദുൽപേ ലമ ശഖമന രംതുല ലംശൽ ഖമന രഗദല കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു റിയൽ മൂവ്
ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പിന്നെ അനുഭവിക്കണം. पवित्र आत्मा का एक सही चलन हमें वापस अनुभव करना. വലിയ ഹോളിനെസ്സിലേക്ക് വളരുന്ന, एक बहुत बड़ी पवित्रताई में പിശാച് चलने वाला, ഭയക്കുന്ന, शैतान कांपने वाला, പിശാച് കണ്ടാൽ വിറയ്ക്കുന്ന, शैतान हमें देखे तो वो कांपने ഗ്ലോറിയുമായിട്ട് लगे. ജനത്തെ എഴുന്നേൽപ്പിക്കണം. वैसी महिमा के साथ उस प्रजा को उठा ले, ഗ്ലോറിയുമായിട്ട് എഴുന്നേൽപ്പിക്കണം. महिमा के साथ तू खड़ा Let them करा, grow in holiness. पवित्रताई में बढ़ने दे, Let them grow in the glory of God. पवित्रताई में बढ़ने दे. Let the glory increase in their life. पवित्रता महिमा उनके जीवन में बढ़ने दे. ജുബ, ഞങ്ങൾക്ക് മറ്റൊരു അഗ്നി ഞങ്ങളുടെ യാഗപീഠത്തിന്മേൽ കത്തണ്ട. हमारे बलि की वेदी में कोई अन्य अग्नि न जलने पाए. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിയാൽ മതി. हमें पवित्र आत्मा की अग्नि ही जलना ഞങ്ങൾ है. വചനം കൊണ്ട് അതിരിടുന്നു. हम वचन से सीमा ഏലിയാവ് बांधते ചെയ്തതുപോലെ हैं. एलिया ने जैसा ഞങ്ങളുടെ किया. യാഗപീഠത്തിന് 4 വട്ടത്തും ഞങ്ങൾ തോട് കുഴിക്കുകയാണ്. हमारे वेदी के चारों ओर हम उस नाला को निकालते ഞങ്ങൾ हैं. വെള്ളം നിറയ്ക്കുകയാണ്. हम उसमें पानी डालते हैं. അടുത്തുള്ള ഒരു വേദിയിലെ തീയും ഇങ്ങോട്ട് കയറരുത്. क्योंकि बाजू का कोई भी अन्य अग्नि इस वेदी पे न पकड़ने पाए. വിശുദ്ധിയില്ലാത്തടത്ത് അന്യാഗ്നി കത്തും. പ്രിയമുള്ളവരെ, जहाँ पवित्रता ही नहीं है वहाँ पे दूसरी अन्य अग्नि जलने लगती है. അവിടെ കത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ തീ അല്ല. वहाँ पे जलती हुई पवित्र आत्मा की अग्नि नहीं है. If that spirit is not guiding you towards holiness, अगर वो पवित्र आत्मा आपको पवित्रताई की ओर if नहीं your लेके life is जाता, not getting changed after receiving Holy Spirit, आपका जीवन परिवर्तन नहीं हो रहा है पवित्र आत्मा प्राप्त करने के बाद भी, if you are not getting that conviction in your heart, यदि आपके अंदर वो पाप का अंगीकार नहीं आ रही examine है, that spirit आप अपने आप को जांच ले. and ask the favor of God. हमारा परमेश्वर से मदद मांगो परमेश्वर से और सहायता कहो, मांगो. आपका अच्छे भले आत्मा को मुझ में भर दीजिए. പരമേശ്വരന്റെ നല്ല ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ मैं പകരുമാറാകണമേ. प्रार्थना कर रहा हूं. കർത്താവേ, ഞങ്ങൾ केवल പ്രാർത്ഥിക്കുന്നു. अन्य भाषा बोलने के लिए नहीं, അന്യഭാഷ പറയാൻ മാത്രമല്ല, केवल वरदानों में उपयोगी बनने के लिए नहीं, കൃപാവരങ്ങളിൽ ജ്വലിക്കുവാൻ വേണ്ടി മാത്രമല്ല, पवित्रता में प्यार में बैठने के लिए, വിശുദ്ധിയിൽ സ്നേഹത്തിൽ വളരുവാൻ, संयमी बन के जीने के लिए. സെൽഫ് കൺട്രോൾഡ് ആയി ജീവിക്കുവാൻ हालेलुया. हमें आपका आत्मा का जरूरत है. നിന്റെ ആത്മാവിന്റെ ഞങ്ങൾക്ക് उस ആവശ്യമാണ്. सारे आत्मा का गुणों के साथ में अपने जीवन में पवित्र आत्मा आप काम कर ആ സകല ആത്മാവിന്റെ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ऐसे आपने വന്നാട്ടെ. किया बोल के धन्यवाद. അങ്ങനെ ചെയ്തതിനായി तालियां बजाकर प्रभु को धन्यवाद दीजिए. കരങ്ങളെ കൊട്ടെ गीत गा के परमेश्वर को आराधना करेगा. धन्यवाद. പാട്ടുപാടി നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. तू पवित्र पवित्र है, तू पवित्र पवित्र है, तू सच्चा है प्रभु, तू झूठा नहीं है, तू पवित्र पवित्र है, तू
झूठा नहीं है, तू सच्चा है प्रभु, तू झूठा नहीं है, तू पवित्र पवित्र है, तू पवित्र पवित्र है। तू सच्चा है प्रभु, तू झूठा नहीं है, तू सच्चा है प्रभु, तू झूठा नहीं है, तू पवित्र पवित्र है, पवित्र है। प्रभु आपका पवित्रता हम में उठेल दीजिए। इस वचन के लिए धन्यवाद, हमें समर्पण कर रहे हो वैसे आप किया बोल के धन्यवाद। हर व्यक्ति के लिए प्रार्थना करते हैं जो लोग लाइव वचन कर रहे हैं उनको भी आशीषित कर दीजिए यीशु मसीह के पवित्र नाम में। आमेन आमेन आमेन। कृपा करके 2 मिनट और बैठ जाइए।